നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ജോലി എടുത്ത് ശീലിക്കണം എന്ന് പറയാറ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് മടി ഉണ്ടാവില്ല. ആൺകുട്ടികൾ ജോലി എടുത്ത് ജീവിക്കണം എന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറും പറയാറുണ്ടായിരുന്നു. ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണം മതി, ഫോളോ അപ്പ് ചെയ്യണം. ഏത് ബിസിനസ്സിനാണെങ്കിലും ഫോളോ അപ്പ് മസ്റ്റാണ്. ആ ആവേശം ഇപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട്, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ ആവേശം പിന്നീട് അവർക്ക് കാണാറില്ല. കാരണം അവർ വേണ്ടത്ര വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട് രീതിയിലായിരിക്കും വരാം. എല്ലാ ബിസിനസ്സിനും ഏത് കാര്യത്തിനും ഹാർഡ് വർക്ക് വേണം. അപ്പം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. സേവിങ്സ് എന്ന് പറയുന്നത് നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ അടിസ്ഥാനമാക്കിയിരിക്കും. എത്ര സേവ് ചെയ്താലും ആ പണം നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഒരു സ്റ്റേജ് വന്നാൽ ആ സേവിങ്സ് നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടല്ലോ, ഏത് സാഹചര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്കത് നേരിടാൻ പറ്റും. അതിന് ഫൈനാൻഷ്യൽ സ്റ്റേബിൾ അല്ലെങ്കിൽ അടിത്തറ ഉണ്ടല്ലോ, അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ, ഏറ്റവും നന്നായി സുരക്ഷിതമായി വെക്കാൻ. അതുകൊണ്ടേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. എൻ്റെ വല്യപ്പ തോല് പൊളിക്കും, മരത്തിന്റെ തോല് പൊളിച്ചിട്ട് അത് വിറ്റിട്ട് ആ വിയർപ്പിന്റെ കൂലി കൊണ്ട് ഓരോ പൈസ, അതായത് 2, 3, 4 വർഷം ആ പൈസ സ്വരൂപിച്ച് കൂട്ടി എടുത്തിട്ട് ആ വിയർപ്പിന്റെ കൂലി കൊണ്ടാണ് വല്യപ്പ ഹജ്ജിന് പോയത്. വല്യപ്പ ഹജ്ജിന് പോയി തിരിച്ചു വന്ന് പിറ്റത്തെ ആഴ്ച തന്നെ വല്യപ്പ മരിച്ചു. കാരണം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ റോൾ മോഡൽ എന്നൊക്കെ പറയുന്നത് ഗ്രാൻഡ് ഫാദർ തന്നെയാണ്. ഹായ് ഗായ്സ്, ഇറ്റ്സ് മീ ഷാഹന. വെൽക്കം ടു വെൽത്തി സ്പോട്ട്ലൈറ്റ്. ഇന്ന് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റിനെ പറ്റി പറയുകയാണെങ്കിൽ പുള്ളി ഒരു ആക്ടറാണ്, മോഡലാണ്, പൊളിറ്റീഷ്യനാണ്, എല്ലാത്തിനും ഉപരി ഒരു ബിസിനസ്മാനാണ്. ഒരു ഫാഷൻ ജ്വല്ലറിയുടെ ഒക്കെ ഓണറാണ് നമ്മുടെ കൂടെയുള്ള ഗസ്റ്റ്. മറ്റാരുമല്ല, സനോവറാണ് ഇന്ന് നമ്മളൊപ്പം ഉള്ളത്. സനോവർ, വെൽക്കം ടു ഷോ. ഹായ്, താങ്ക് യു. സനോവർ ഒരു ആക്ടറാണ്, മോഡലാണ്, ഓൺട്രപ്രണറാണ്, എല്ലാ മേഖലയും പൊളിറ്റീഷ്യനും ആണെന്ന് ഞാൻ അറിഞ്ഞു. എല്ലാ മേഖലയിലും ഓരോന്നിങ്ങനെ കൈ കൊടുത്തിട്ടുണ്ടല്ലേ. മാർഷൽ ആർട്സും ഉണ്ട്. ഓഹോ, ഇനി വേറെന്താ ഉള്ളേ? ഇല്ല, മാർഷൽ ആർട്സ് വലിയ തമാശയാണ്. ഇതുവരെ എനിക്ക് ബെൽറ്റ് ഒന്നും ഇല്ല. ഓക്കെ. അപ്പം ഓൾ ഇന്ത്യ ഓൾ മാർഷൽ ആർട്സ് വിന്നറും കൂടിയാണ്. എന്നിട്ടും ബെൽറ്റ് ഒന്നുമില്ല? അല്ല, ബ്ലാക്ക് ബെൽറ്റ് ഉണ്ട്, എന്ന് വീട്ടിൽ നിന്ന് വരുമ്പോൾ എടുത്തതാ. ഓക്കെ, ഫൈൻ. മോഡലാണ്, ആക്ടറാണ് അല്ലേ. എങ്ങനെയാണ് ഈ ഓൺട്രപ്രണർ എന്നൊരു സ്ഥലത്തേക്ക് എത്തുന്നത്? സനോവറിൻ്റെ പഴയ ചരിത്രത്തെ പറ്റി പറയുവാണെങ്കിൽ ഒരുപാട് സ്ട്രഗിൾസ് ഫേസ് ചെയ്ത് വന്നൊരു വ്യക്തിയാണ്. സോ എങ്ങനെയാണ് ആ ഒരു കഥ? അത് ജീവിതത്തിൽ നമുക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്നുള്ളൊരു ആഗ്രഹം ഉണ്ടാവാറുണ്ട്, സ്വപ്നം കാണാറുണ്ട്. അപ്പം എനിക്ക് എൻ്റെ വീട്ടിൻ്റെ സാഹചര്യങ്ങൾ, ഇപ്പോൾ എൻ്റെ ഫാമിലിയിൽ കുറച്ചും കൂടി ഏറ്റവും താഴെത്തട്ടിൽ ജീവിച്ച ഒരാളാണ്. അപ്പം കഷ്ടപ്പാടന്നായിരുന്നു. ഉമ്മ ഒറ്റയ്ക്ക് നോക്കി വളർത്തിയതാണ്. അപ്പം എനിക്ക് എന്തെങ്കിലുമൊക്കെ ജോലി എടുക്കണം എന്നുള്ള ഒരാഗ്രഹങ്ങളുണ്ടായിരുന്നു പഠിക്കുന്ന സമയത്ത് തന്നെ. ഇപ്പോൾ ഗാന്ധിജി നമ്മളോട് പറയുന്ന ഒരു കാര്യം ഞാൻ എൻ്റെ മനസ്സിൽ ഉറപ്പിക്കാറുണ്ട്. കാരണം നമ്മൾ പഠിക്കുന്ന സമയത്ത് തന്നെ ചെറിയ ചെറിയ ജോലി എടുത്ത് ശീലിക്കണം എന്ന് പറയാറ്. അത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എൻ്റെ ജീവിതത്തിൽ എനിക്കിപ്പോഴാണ് അത് മനസ്സിലാക്കുന്നത്. കാരണം നമുക്ക് മടി ഉണ്ടാവില്ല. ആൺകുട്ടികൾ ജോലി എടുത്ത് ജീവിക്കണം എന്ന് എൻ്റെ ഗ്രാൻഡ് ഫാദറും പറയാറുണ്ടായിരുന്നു. അപ്പം നിർബന്ധമായിരുന്നു. അങ്ങനെ എനിക്ക് ചെറിയ ചെറിയ ജോലി പഠിക്കുമ്പം തന്നെ ചെറിയ ചെറിയ ജോലി എടുക്കാറുണ്ട്. ആ സമയത്ത് എന്ത് ജോലിയാണോ കിട്ടുന്നത്, ഇന്ന ജോലി തന്നെ വേണമെന്നുണ്ടായിരുന്നില്ല. അത് അധ്വാനിക്കണം, കുറച്ച് അതിൽ നിന്ന് കിട്ടുന്ന കുറച്ച് വരുമാനം ഉണ്ടല്ലോ, അതുകൊണ്ട് ജീവിക്കണം. അങ്ങനെ ചെറുപ്പം മുതൽ ഇങ്ങനെ ജോലി എടുത്ത് അങ്ങനെ +2 കഴിഞ്ഞതിന് ശേഷം കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷനിൽ എൻ്റെ ഒരു ഫ്രണ്ട് മുഖാന്തരം എനിക്കൊരു ജോലി ചെയ്യാൻ അവസരം കിട്ടി. അപ്പം അങ്ങനെ ജോലി ചെയ്ത് കൊണ്ടുവന്നു. പക്ഷെ വലിയ വരുമാനമൊന്നുമില്ല. ചായ കൊടുക്കുന്ന റെയിൽവേ സ്റ്റേഷനിൽ ചായ കൊടുക്കുന്ന ജോലിയായിരുന്നു. പക്ഷെ അന്ന് എനിക്ക് ആ ജോലി എടുക്കുമ്പം പോലും എത്ര പ്രായം ഉണ്ടായിരുന്നു ആ സമയത്ത്? അന്നൊരു 17 വയസ്സായിരുന്നു. അപ്പൊ പഠിത്തത്തിന്റെ ഒപ്പം പഠിത്തം +2 കഴിഞ്ഞിട്ടുണ്ട്. കാരണം വീട്ടിൽ പിന്നെ പഠിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിരുന്നില്ല. അനിയനാണ്. അപ്പം കുടുംബത്തിൻ്റെ ഭാരം മൊത്തം തലയിലാണ്. ഫാദർ ഉണ്ടായിരുന്നില്ല. അപ്പം ചേട്ടനാണ്, അനിയനും ഉണ്ട്. അനിയനുണ്ട്. അപ്പം കുടുംബത്തിൻ്റെ ഭാരം മൊത്തം നമ്മുടെ തലയിലാണല്ലോ. അപ്പം അതുകൊണ്ട് അവർക്ക് കുറച്ചും കൂടി, അല്ലെങ്കിൽ ഫാമിലിയുടെ കഷ്ടപ്പാട് വേറെ നിവൃത്തിയില്ല ശരിക്കും പറഞ്ഞാൽ. കാരണം പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ പഠിക്കാൻ വല്ല മിടുക്കനൊന്നല്ല കേട്ടോ. അപ്പം അതുകൊണ്ട് തന്നെ പഠിക്കാനുള്ള ആഗ്രഹം ഉണ്ടായിട്ടില്ല. പക്ഷെ ജോലി എടുക്കുക,
ജോലി കാശ് എടുത്തിട്ട് ഉണ്ടാക്കുക. ജോലി എടുക്കാം. പക്ഷെ അന്ന് വലിയ കാശൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. കാരണം അതിരാവിലെ എഴുന്നേൽക്കണം. അപ്പോൾ റെയിൽവേ സ്റ്റേഷനിൽ ചായ വിൽക്കുന്ന ആളുകൾക്ക് അറിയാം, രാത്രി പ്രത്യേകിച്ച് കോയമ്പത്തൂർ റെയിൽവേ സ്റ്റേഷൻ എന്ന് പറയുന്നത് ബ്ലൂ മൗണ്ടൻ എക്സ്പ്രസ് ഉണ്ട്. അത് 3:30 മണിക്കാണ്. ആ 3:30 മണിക്ക് ട്രെയിൻ വരുമ്പോൾ ഞങ്ങൾ 3 മണിക്ക് എഴുന്നേൽക്കണം. പ്രത്യേകിച്ച് ആ തണുപ്പ് ആ സമയത്തൊക്കെ എഴുന്നേൽക്കുമ്പം ശരിക്കും നമ്മളോട് തന്നെ ഒരു എന്താ പറയുക, ഒരു വിഷമം തോന്നും. കാരണം ഏറ്റവും നന്നായി ജീവിക്കുന്ന ആളുകളോട് അവരുടെയൊക്കെ സാഹചര്യങ്ങളൊക്കെ കാണുമ്പോൾ അപ്പം മനസ്സിൽ സങ്കടങ്ങളും വിഷമങ്ങളും ഉള്ളിലൊതുക്കി ഇങ്ങനെ ആ ജോലി ഇങ്ങനെ തുടർന്ന് അങ്ങനെ ഷൊർണൂർ പോയി ഒരു 2-3 മാസം അവിടെ ജോലി ചെയ്തു. പിന്നെ സിനിമ മോഡലിംഗ് ആ സ്വപ്നം കൊണ്ടുവന്ന് എറണാകുളത്ത് എത്തിച്ചു. എറണാകുളത്തൊന്നും ശരിയായിട്ടില്ല. അവസാനം എൻ്റെ ഫ്രണ്ട് ത്രൂ ഈ എറണാകുളത്തേക്ക് വന്ന സമയത്ത് അന്നേരം ഈ ജോലി ചെയ്യുന്നുണ്ടായിരുന്നോ, അതോ സിനിമാ മോഹം അല്ലെങ്കിൽ മോഡലിംഗ് മാത്രം ഫോക്കസ്ഡ് ആയിട്ട് വരുമായിരുന്നു എറണാകുളത്തേക്ക്? എറണാകുളത്തേക്ക് 2 ഉദ്ദേശം ഉണ്ടായിരുന്നു. ഒന്ന് ജോലി എടുക്കുക, ഒരു ജോലി അവസരം കിട്ടി. അവസരം കിട്ടിയ സമയത്ത് ഞാൻ നമ്മുടെ MG റോഡ് തന്നെയായിരുന്നു. അന്ന് ഹോളിവുഡ് ഷൂസിന് ഷീമാട്ടിയുടെ മുമ്പിൽ ഒരു ഹോളിവുഡ് ഷൂസ് ഉണ്ടായിരുന്നു, അവിടെ കിങ്സ് ഗ്രൂപ്പിൻ്റെ. അപ്പം അവിടെ ആയിരുന്നു ആദ്യം ജോലി. അപ്പം അവരുടെ തന്നെ ഒരു റെഡിമെയ്ഡ് ഷോപ്പിലേക്ക് എന്നെ അത് മൊത്തം നോക്കാൻ വേണ്ടി വീണ്ടും തോപ്പുംപടിയിലേക്ക് കൊണ്ടുപോയി. ഈ സമയത്ത് സിനിമ എറണാകുളത്ത് അറിയാലോ, ഇപ്പം നമ്മുടെ നമ്മുടെ ഒരു ഫാഷൻ അതെ, ഈ പറയുന്ന പോലെ സിനിമാ മോഹവുമായി ഞാൻ ചെന്നൈയിൽ പോയി എന്നില്ല സിനിമയിൽ പറയുന്നത് പോലെ, വടക്കൻ സെൽവിയിൽ പറയുന്ന പോലെ നമ്മളെ മലയാളികൾക്ക് എപ്പോഴും സിനിമാ മോഹവുമായി നമ്മൾ വരുന്നത് എറണാകുളത്തേക്കാണ്. കൊച്ചിയാണ്. അതെ. അപ്പോൾ കൊച്ചിയിലേക്ക് വന്ന് ജോലി എടുക്കാൻ തുടങ്ങി. അപ്പം അന്ന് പോർട്ട്ഫോളിയോ ആണ്, അന്ന് സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലല്ലോ. പോർട്ട്ഫോളിയോ വേണം. അപ്പം നമ്മുടെ കയ്യിൽ എപ്പോഴും ഒരു 3-4 ഫോട്ടോസ് ഉണ്ടാവും കയ്യിൽ. അതിൻ്റെ ബാക്കിൽ നമ്മുടെ കോൺടാക്ട് നമ്പറൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവും. അപ്പം ആരെങ്കിലും പെട്ടെന്ന് നമ്മുടെ മുമ്പിൽ ഏതെങ്കിലും ഡയറക്ടർ കാണുകയാണെങ്കിൽ അത് അവർക്ക് കൊടുക്കാമല്ലോ. അങ്ങനെ ഒരു ഡയറക്ടർ എൻ്റെ മുമ്പിൽ പെട്ടു. വേറെ ആരുമല്ല, നമ്മുടെ മലയാളത്തിലെ സൂപ്പർ ഡയറക്ടർ റോഷൻ ആൻഡ്രൂ സാറ്. അപ്പം അന്ന് കല്യാണം കഴിഞ്ഞ സമയത്താണെന്ന് തോന്നുന്നു. ഞാൻ അദ്ദേഹത്തെ കണ്ടപ്പം തന്നെ ഞാൻ ഭയങ്കര വെപ്രാളായിരുന്നു. അയ്യോ, ഇങ്ങനെയുള്ള ഒരു വലിയൊരു ഡയറക്ടർ എൻ്റെ മുമ്പിൽ എൻ്റെ ഷോപ്പിലേക്ക് വന്നതാണ്. കണ്ടപ്പം തന്നെ ഭയങ്കര ഒരു നമുക്ക് നിയന്ത്രിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ അങ്ങനെ സിനിമാ മോഹവുമായി വന്നതാണ് കൊച്ചിയിൽ. അപ്പം എനിക്ക് സിനിമയിൽ അഭിനയിക്കാൻ നല്ല ആഗ്രഹമുണ്ട്, സാർ എന്നെ ഹെൽപ്പ് ചെയ്യണം. അപ്പം ആൾ നല്ല പോസിറ്റീവായിട്ട് സംസാരിച്ചു. ശരി, ഞാൻ എൻ്റെ അടുത്ത ഹിന്ദിയാണ് ഞാൻ ചെയ്യുന്നത്. അന്ന് നോട്ട്ബുക്ക് റിലീസായിട്ടില്ല, സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പം നോട്ട്ബുക്ക് സിനിമ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ കാണുന്നത്. ഉദയനാണ് താരം കഴിഞ്ഞ ഉടനെ. അപ്പം അദ്ദേഹം വന്ന് എനിക്ക് നല്ലൊരു പ്രോമിസ് തന്നു, അടുത്ത പടം എന്നെ വന്ന് കാണാം, നിനക്ക് എന്തായാലും നല്ല ചാൻസ് തരാം. അങ്ങനെ ആ പ്രതീക്ഷ എൻ്റെ ഉള്ളിൽ വലിയ എന്താ പറയുക, ഈ ചിറക് വിടർത്താന്നൊക്കെ പറയാറില്ലേ നമ്മുടെ. യെസ്, ഞാൻ ഭയങ്കരമായിട്ട് സന്തോഷിച്ചു. പക്ഷെ അദ്ദേഹത്തിൻ്റെ നമ്പർ തന്നു. ഞാൻ പിന്നെ വിളി തുടങ്ങി. പിന്നെ അദ്ദേഹം ഒരു പ്രത്യേക സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിന്നേക്കാൾ കുറച്ചും കൂടി വലിയ ആളുകളൊക്കെയാണ് നോക്കുന്നത്. അപ്പം ഇപ്പോഴത്തെ പടം പറ്റില്ല, അടുത്തതിന് കാണാം. പക്ഷേ ഞാൻ എന്ത് ചെയ്തു, അദ്ദേഹത്തെ നേരിട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു. അങ്ങനെ തോപ്പുംപടിയിൽ നിന്ന് അന്ന് പെരുമ്പടപ്പായിരുന്നു അദ്ദേഹത്തിൻ്റെ വീട്, പെരുമ്പടപ്പ്. അവിടെ നടന്നു പോയി. അന്നൊരു ഹർത്താലായിരുന്നു, അന്ന് ഷോപ്പ് ഉണ്ടായിരുന്നില്ല, ബസ്സൊന്നും ഇല്ലല്ലോ. അപ്പം ഇങ്ങനെ ഏറ്റവും ചെറിയ ഒരു 10 കിലോമീറ്റർ ഉണ്ട്. നടന്ന് അദ്ദേഹത്തിൻ്റെ വീട്ടിലെത്തുമ്പം ഒരു 7 മണിയായി. അപ്പം അദ്ദേഹം ഡോറ് തുറന്ന്. ആദ്യം അദ്ദേഹത്തിൻ്റെ ഭാര്യയായിരുന്നു ഡോർ തുറന്നത്. അപ്പോൾ എന്നെ കണ്ടപ്പം തന്നെ കാര്യം മനസ്സിലായി. ഞാൻ ചേട്ടനില്ലെന്ന് ചോദിച്ചു. അദ്ദേഹം ഒരു ഭയങ്കരമായിട്ട് എന്താ പറയുക, അടുത്ത ആഴ്ച പടത്തിൻ്റെ റിലീസാണ്. അപ്പം ആ ഒരു ടെൻഷനിൽ ഭയങ്കരമായിട്ട് അദ്ദേഹത്തിൻ്റെ ടെൻഷൻ അദ്ദേഹത്തിനല്ലേ അറിയുള്ളൂ. അപ്പം അദ്ദേഹം വന്ന സമയത്ത് തന്നെ ഭയങ്കര ഫുൾ വേർത്ത് ഭയങ്കര പ്രഷറായിട്ട് വന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ തന്നെ എൻ്റെ കാര്യം പറഞ്ഞപ്പം ആൾ ഒരു ഷൗട്ടിങ് രീതിയിലായിരുന്നു. അത് സ്വാഭാവികം, അദ്ദേഹത്തിൻ്റെ നിവൃത്തിയാണ്. എന്നോടിപ്പോൾ ഇതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ഇനി അടുത്ത പ്രാവശ്യം എന്നെ വന്ന് കാണാം, എന്നിട്ട് എന്ത് ചെയ്യാം, നമുക്ക് നോക്കാം. അപ്പം ആ ഒരു എന്താ പറയുക, എൻ്റെ ജീവിതത്തിൽ ഇൻസൾട്ടിങ് ഉണ്ടല്ലോ,
കാരണം നമ്മൾ ഇത്രയും വന്ന് കുറേ ആൾക്കാരുടെ പിന്നാലെ നടന്ന് അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. പക്ഷെ അത് ഞാൻ മനസ്സിൽ എനിക്ക് ഭയങ്കര വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഞാൻ പതുക്കെ അറിയാതെ ഞാൻ ഒരു ഡൗണായി. അവിടെ ആ ഒരു ഈ ബെസ്റ്റ് ആക്ടറിൽ മമ്മൂട്ടിയുടെ ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ആ അവസ്ഥയ്ക്ക് ശരിക്കും കടന്നുപോയ ആളാണ് ഞാൻ. അപ്പം അവിടെ കുറച്ച് കുറഞ്ഞു. പിന്നെ ചെറിയ ചെറിയ ആഗ്രഹങ്ങൾ മനസ്സിലിങ്ങനെ കൊണ്ടു കിടന്ന്, പിന്നെ ആഗ്രഹം ഉണ്ടായിരുന്നു ഉള്ളിൽ. എന്നാലും എങ്ങനെയെങ്കിലൊക്കെ ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. കാരണം കോയമ്പത്തൂർ നിൽക്കുന്ന സമയത്തും തമിഴ് ആക്ടേഴ്സിനൊക്കെ കാണാറുണ്ട്, സിനിമ കാണാറുണ്ട്. അപ്പോൾ എനിക്കും എന്തെങ്കിലുമൊക്കെ സിനിമയിൽ ചെയ്യാനുണ്ട് എന്നുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അപ്പം അതിൻ്റെ പുറത്താണ് ഇന്നും ഞാൻ നിൽക്കുന്നത് കേട്ടോ. അതെല്ലാം കണ്ട് അതെല്ലാം ഫേസ് ചെയ്ത് കുറച്ച് ഡൗൺ ആയിപ്പോയ ആൾ എങ്ങനെ ബിസിനസ്സിലേക്ക് വന്നു? ബിസിനസ്സിലേക്ക് വന്നത് വീണ്ടും ഞാൻ ഒരു വല്യങ്ങാടി സിനിമ അഭിനയിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ട് ഉണ്ട്. അപ്പം ഞാൻ ഈ റെയ്നോൾസിൻ്റെ ഒരു സെയിൽസ് എക്സിക്യൂട്ടീവ് ആയിരുന്നു ആ സമയത്ത്. അപ്പം ബാഗായിട്ട് അന്ന് കോഴിക്കോടായിരുന്നു ലൊക്കേഷൻ, വല്യങ്ങാടി. അപ്പം അവിടെ ബാഗ് എൻ്റെ ഫ്രണ്ടിൻ്റെ ഷോപ്പിൽ ബാഗ് വെക്കും. അപ്പം എന്നിട്ട് അഭിനയിക്കാൻ പോവും, എന്നിട്ട് തിരിച്ച് അങ്ങനെയൊക്കെ ആയിരുന്നു ചെയ്തിരുന്നത്. അപ്പോൾ ഇതേപോലെ ഒരു ദിവസം ഞാൻ ഷോപ്പിലേക്ക് ബാഗ് വെക്കാൻ വരുമ്പം അവൻ്റെ ഷോപ്പ് ഇങ്ങനെ പതുക്കെ അടച്ചിട്ടുണ്ട്. ഒരു ജ്വല്ലറി ഷോപ്പാണ്. അപ്പം അടച്ചിട്ട സമയത്ത് ഞാൻ ചോദിച്ചു, എന്താ ഷോപ്പ് തുറക്കുന്നില്ലേ? ഇല്ല, ഞാൻ ഗൾഫിൽ പോവാണ്, ഈ ഷോപ്പ് ഞാൻ കൊടുക്കാനുള്ള ഉദ്ദേശത്തിലാണ്. ഞാൻ ചോദിച്ചു, ഷോപ്പ് കൊടുക്കാണോ, എനിക്ക് തരുമെന്ന് ചോദിച്ചു. അപ്പം എൻ്റെ കയ്യിൽ പൈസ ഒന്നുമില്ല, എത്രയാണ് ഇതിൻ്റെ എമൗണ്ട് അങ്ങനെയൊന്നും എനിക്കറിയില്ല. പക്ഷെ എനിക്ക് ആ ഷോപ്പ് കിട്ടിയാൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഞാൻ ചോദിച്ചു, നീ നടത്തിക്കുമെന്ന് പറഞ്ഞു. അപ്പോൾ ഓക്കെ, എത്രയാണ് അതിൻ്റെ കാര്യങ്ങൾ? ഇല്ല, ഒന്നുമില്ല, 20,000 രൂപ എനിക്ക് അഡ്വാൻസ് തന്നാൽ മതി, 3,500 രൂപയാണ് അതിൻ്റെ വാടക. പിന്നെ എന്താ പറയുക, അപ്പോൾ ഓക്കെ, ഞാൻ വീട്ടിൽ ഉമ്മനോട് പറഞ്ഞു, ഇങ്ങനെ എൻ്റെ ഫ്രണ്ട് ഇങ്ങനെ കാര്യം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഉമ്മ പറഞ്ഞ് നമുക്ക് നോക്കാം, അന്ന് ഹെൽപ്പ് ചെയ്യണം, ഉമ്മയെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഉമ്മ അങ്ങനെ കഷ്ടപ്പെട്ട് സഹായിച്ചു തന്നു കേട്ടോ. പിന്നെ എന്ത് തുടങ്ങണം എന്നായി. അപ്പോൾ എൻ്റെ ഒരു കസിൻ ഉണ്ട്, അന്ന് തിരൂരിപ്പൊന്ന് എന്ന് പറഞ്ഞ ഒരു ട്രെൻഡായിക്കൊണ്ടിരിക്കുകയാണ്. അവർ കോഴിക്കോട് തന്നെ എൻ്റെ കസിൻ ബ്രദറാണ്. അവരാണ് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു കോഴിക്കോട് തിരൂരിപ്പൊന്ന് എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്ന്. അപ്പോൾ അവനോട് സംസാരിച്ചു, ശരി ഞാൻ നിന്നെ ഹെൽപ്പ് ചെയ്യാം, നമുക്ക് എടുക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരു ഗോൾഡ് കവറിങ് ജ്വല്ലറി, ഗോൾഡ് കവറിങ് എന്നൊരു തന്ന ബിസിനസ്, ഐ മീൻ ഫ്രണ്ട് തന്ന ആ ഒരു ഷോപ്പ് അത് ഒന്നുമില്ലായിരുന്നു, അവിടെ വെറുതെ ഒരു ഷോപ്പ് മാത്രമായിട്ടായിരുന്നു തന്നെ, അല്ലെങ്കിൽ അവിടെ വേറെ എന്തെങ്കിലും വർക്ക്സ് നടപ്പുണ്ടായിരുന്നു? അതായത് അവിടെ ജ്വല്ലറി നടത്തിക്കൊണ്ടിരുന്ന ഒരു ഷോപ്പാണ്. അപ്പോൾ ആ ഒരു ഇന്റീരിയർ അവിടെ ഉണ്ട്, ഗോൾഡ് ജ്വല്ലറി, ഒറിജിനൽ ജ്വല്ലറി. ആ ജ്വല്ലറിൻ്റെ പേരാണ് അല്ലമീൻ ജ്വല്ലറി. ഓക്കെ. അപ്പം എന്നോട് അവൻ പറഞ്ഞു, ഈ പേര് എനിക്ക് മാറ്റണം എന്ന് ചോദിച്ചപ്പോൾ അവൻ തന്നെ പറഞ്ഞു, ഇത് എൻ്റെ മകൻ്റെ പേരാണ്, അപ്പം നല്ല പേരല്ലേ അല്ലമീൻ. അപ്പം ഞാൻ പറഞ്ഞാൽ ശരിയടാ, എനിക്ക് പേര് മാറ്റണം എന്ന് നിർബന്ധമൊന്നുമില്ല, എനിക്ക് ജീവിക്കണം എന്നുണ്ടായിരുന്നുള്ളൂ, പേരിലൊന്നും വലിയ കാര്യമൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം അങ്ങനെ ഒരു അവസരം കിട്ടിയതാണ്. അപ്പം എന്താണോ ദൈവമായിട്ട് നമുക്കൊരു അവസരം തന്നാണ്, അപ്പം നമ്മൾ ദൈവത്തിൻ്റെ മുമ്പിൽ കോംപ്രമൈസ് ചെയ്യണമല്ലോ. അപ്പം അങ്ങനെ ഒരു ഷോപ്പ്, അല്ലമീൻ ജ്വല്ലറി എന്നുള്ള ഷോപ്പ് അല്ലമീൻ ഫാൻസി എന്ന രീതിയിൽ തുടക്കം കുറിച്ചു. ഗോൾഡ് കവറിങ്, അതിൻ്റെ കൂടെ കുറച്ച് ഇൻവിറ്റേഷൻ ജ്വല്ലറി ഒക്കെ കൊണ്ടുവച്ചു. അങ്ങനെയാണ് അപ്പോൾ ഒരു കാര്യം, രണ്ട് മൂന്ന് കാര്യങ്ങൾ അതിനകത്ത് ചോദിച്ചോട്ടെ. നമ്മൾ പ്ലാൻ ചെയ്തതല്ല ഒരു ജ്വല്ലറി ഷോപ്പ് തുടങ്ങുക എന്നത്, അല്ലേ? എന്താ പറയുക, ഒരു ഭാഗ്യം കൊണ്ട് നമ്മുടെ കൂട്ടുകാരൻ പറഞ്ഞിട്ടാണ് ആ ഒരു ഷോപ്പ് നമ്മൾ ഏറ്റെടുക്കുന്നത്. അപ്പം അന്നേരം അത് ഏറ്റെടുക്കുമ്പോൾ ഒരു റെൻ്റലിലേക്ക് പോകുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അവിടെ നോക്കണം. ഇപ്പോൾ ഗോൾഡ് ആയിക്കോട്ടെ, ഐ മീൻ റെൻ്റൽ ഗോൾഡ് ആയിക്കോട്ടെ, ഇതൊക്കെ എങ്ങനെ അപ്പം മാനേജ് ചെയ്തു? അതിൻ്റെ മെറ്റീരിയൽ എങ്ങനെ മാനേജ് ചെയ്തു? അത് ഇങ്ങനെ അങ്ങനെ ഗോൾഡ് കവറിങ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ, നമ്മുടെ ഒരു ട്രഡീഷണൽ ഏരിയ ആണ് ഈ കുറ്റിച്ചിറ തെക്കേപ്പുറം എന്നൊക്കെ പറയുന്നത്. അവിടെ ആദ്യം ഈ റെൻ്റൽ കൺസെപ്റ്റ് ഉണ്ടായിരുന്നു. റെൻ്റൽ എന്ന് പറയുമ്പം ഈ ഗോൾഡ് കവറിങ് ഓർണമെൻറ്റ്സ് റെൻറ്റിന് എടുത്ത് കൊണ്ടുപോകാറുണ്ടായിരുന്നു ബ്രൈഡൊക്കെ. അതൊരു സാധാരണ ഫാമിലിയാണ് കൊണ്ടുപോകാറ്. ഗോൾഡ് പോലെയുള്ള ഓർണമെൻറ്റ്സ്, ഗോൾഡ് ആണെന്ന് ധരിക്കുന്ന, അല്ലെങ്കിൽ കാഴ്ചയിൽ ഗോൾഡിനെ പോലെ തോന്നുന്ന ഓർണമെൻറ്റ്സ് അന്നേ റെൻറ്റിന് കൊണ്ടുപോകാറുണ്ട്.
അത് പാവപ്പെട്ട ഒരു ഫാമിലിയാണ് കൊണ്ടുപോകാറ്. അല്ലെങ്കിൽ പാവപ്പെട്ട എന്ന് പറയുമ്പോൾ അറിയാലോ സാമ്പത്തികമായിട്ട്. അതെ. അപ്പോൾ ഒരു കാഴ്ചക്ക് അങ്ങനെ തോന്നാൻ വേണ്ടി. അപ്പോൾ അത് പിന്നെ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ പർച്ചേസിങ് മൊത്തം ബോംബെ ആയിരുന്നു. ഓക്കെ, ബോംബെയിൽ അന്ന് ഈ നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ബ്രൈഡ് ഉണ്ടായിരുന്നു. അന്നും ഹെവി ചോക്കറൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ കേരളത്തിലേക്ക് അത് വന്നിട്ടില്ല. അന്ന് നമ്മൾ കാണാറുണ്ട് ഈ പിന്നെ ഗുജറാത്തി കല്യാണൊക്കെ അല്ലേ, ഇപ്പൊ ഡൽഹി, മുംബൈ അവരൊക്കെ ഇടുന്ന ഓർണമെന്റ്സ്. എത്രാമത്തെ വയസ്സിലാണ് അത് ശരിക്കും ഞാനൊരു 23. അപ്പൊ ഏത് വർഷം? അത് 2009 2009. ശരി, അന്നും സ്വർണ്ണമാണ് നമ്മളൊരു കല്യാണം. എന്റെ ബിസിനസ് തുടങ്ങുന്നത് 2009 പക്ഷെ റെന്റൽ ട്രെൻഡ് കൊണ്ടുവരുന്നത് 2016 ആ ഒരു ടൈമിലാണ്. അതായത് ഒരു ട്രെൻഡിങ്ങിലേക്ക് റെന്റൽ ഓർണമെന്റ്സ് ട്രെൻഡ് ആയി വരുന്നത് 2000. തീർച്ചയായിട്ടും ഇപ്പൊ നമ്മൾ മാറ്റി ഒരുപാട് ചിന്തിച്ച് വരുന്ന ഒരു സമയമാണ്. ഓക്കെ, അന്ന് ബോംബെയില് നമ്മൾ കാണാറുണ്ട് വലിയ ഓർണമെന്റ്സ് ഒക്കെ, ഹെവി ചോക്കർ ബ്രൈഡൽ സെറ്റൊക്കെ. പക്ഷെ അത് നമ്മുടെ നാട്ടിൽ കൊണ്ടുവന്നാൽ എന്താണെന്ന് നമുക്ക് അറിയില്ല അവസ്ഥ. അത് പരീക്ഷണമാണല്ലോ. അപ്പം ഞാൻ അങ്ങനെ കുറച്ച് ഓർണമെന്റ്സ്, എൻ്റെ ഒരു ഫ്രണ്ട് വിപുൽ എന്ന് പറയും, അന്ന് ആൾ എന്നെ ഭയങ്കര ഹെൽപ്പ് ചെയ്തൊരു ആളാണ് ബോംബെയിലെ. അപ്പം ആള് കുറച്ച് ഓർണമെന്റ്സ് അന്ന് പൈസ ഉണ്ടായിരുന്നില്ല. ഞാൻ സത്യം പറഞ്ഞാൽ ഒരു 60,000 രൂപ കയ്യിൽ വെച്ചിട്ടാണ് ഞാൻ പർച്ചേസിങ്ങിന് പോണത്. പക്ഷെ ഞാൻ പർച്ചേസിങ് എല്ലാം എടുത്തു വന്ന സമയത്ത് 3 lakh ആയി. അപ്പം ആ സമയത്ത് എനിക്ക് വേറെന്ത്, ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട, ഈ പൈസക്കുള്ള ഓർണമെന്റ്സ് മാത്രം മതി എന്ന് പറഞ്ഞപ്പോൾ ആൾ പറഞ്ഞു സാരമില്ല നീ കൊണ്ടുപോയിക്കോ, നീ എനിക്കിങ്ങനെ തന്നാൽ മതി എന്ന് പറഞ്ഞു മാസം അടവായിട്ട്. അപ്പോൾ ഓക്കെ, ഞാൻ ഭയങ്കര സന്തോഷമായി. അപ്പോൾ അത്രയും ഓർണമെന്റ്സ് എനിക്ക് കിട്ടില്ലേ. അപ്പം അങ്ങനെ ആ കിട്ടുന്ന സമയത്ത് ഈ ഓർണമെന്റ്സ് പിന്നെ വിൽക്കണമല്ലോ. എൻ്റെ കയ്യിൽ ഓർണമെന്റ്സ് ഉണ്ട്, ഇത്രയും വലിയ ഓർണമെന്റ്സ്, ഇത്രയും വലിയ ഹെവി ചോക്കർ നമ്മുടെ നാട്ടിലിടും. അപ്പം അവിടെയാണ് ഞാൻ ഒരു സെയിൽസ്മാൻ ആയത്. കാരണം വരുന്ന കസ്റ്റമേഴ്സിനോട് എനിക്കിത് പറഞ്ഞ് അവരെ കൺവിൻഷൻ ചെയ്തു. ഇത് കല്യാണത്തിന് ഇപ്പോൾ ഒരു പുതിയ ട്രെൻഡാണ്, നോർത്ത് ഇന്ത്യയിലൊക്കെ ആണിങ്ങനെ. അപ്പോൾ ഇതിട്ട് ഇടാണെങ്കിൽ അടിപൊളിയായിരിക്കും, സ്റ്റൈലായിരിക്കും. കാരണം ഗോൾഡിനേക്കാൾ. അപ്പോൾ ഞങ്ങളുടെ ഏരിയയിലുള്ള കുറച്ച് എന്താ പറയുക സാധാരണ ബ്രൈഡ്സൊക്കെ ഇത് ഇടാൻ തുടങ്ങി. പിന്നെ ആദ്യമൊന്നും ഇത് എളുപ്പമായിരുന്നില്ല. കാരണം ഒരു മുസ്ലിം ട്രഡീഷണൽ ഏരിയ ആണ് നമ്മുടെ ഞാൻ ബിസിനസ് തുടങ്ങിയ ഏരിയ. അവിടെ ഇത് പറയുമ്പോൾ അവരെന്താണ് പറയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഗോൾഡ് അല്ലാതെ ഇത് ഇടാൻ പാടില്ല, കാരണം ഇതൊരു ഷെയിമാണ്. കാരണം ഗോൾഡിന് പകരം ഇത് ഇടാന്ന് പറഞ്ഞാൽ ഒരു നാണക്കേടാണ്, അല്ലെങ്കിൽ അവരത്രയും സാമ്പത്തിക സ്ഥിതി ഇല്ലാത്ത ആളാണെന്ന് മറ്റുള്ളവർ ധരിക്കും. അപ്പോൾ അതുകൊണ്ട് ഇത് ഇടാൻ പാടില്ല എന്ന് പറഞ്ഞ് കുറേ അഭിപ്രായങ്ങളൊക്കെ എൻ്റെ അടുത്ത് വരും. അങ്ങനെ അത് പതുക്കെ ബ്രൈഡ്സ് വരുമ്പം ചില ബ്രൈഡ് ഇത് ഇടാൻ തുടങ്ങി. ഇട്ടപ്പം വീണ്ടും അവർ നമ്മളടുത്ത് എന്താ പറയുക, വീണ്ടും അവരെ ത്രൂ, അതായത് അവരുടെ കസിൻസ്, അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സൊക്കെ ഇത് കണ്ടിട്ട് ഇങ്ങനെ വരാൻ തുടങ്ങി. അങ്ങനെ കോഴിക്കോട് ജില്ലയിൽ ഏകദേശം ഇങ്ങനെ ഒരു ട്രെൻഡ് കൊണ്ടുവന്നു. എവിടെ പോയി അന്വേഷിച്ചാലും അല്ലമീനിലേക്ക് വിടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അവിടുന്ന് ഇപ്പം കോഴിക്കോട് ജില്ലേൻ്റെ പുറത്ത് വരാൻ തുടങ്ങി, മലപ്പുറം ജില്ലയിൽ നിന്ന് വരാൻ തുടങ്ങി, പിന്നെ തൃശ്ശൂർ, എറണാകുളം. അപ്പം പതുക്കെ എന്താ പറയുക ഇതൊരു ട്രെൻഡായി തുടങ്ങി. ഇങ്ങനൊരു ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് തുടങ്ങി. അതിലൂടെ സോഷ്യൽ മീഡിയയിൽ കൂടി എന്താ പറയുക, ആദ്യമൊക്കെ ഞാനായിരുന്നു ഈ പേജ് ഹാൻഡിൽ ചെയ്തത്. അപ്പം അങ്ങനെ ആ സമയത്തൊരു ഗേള് എനിക്ക് ഫസ്റ്റ് ഒരു ഫോട്ടോസ് തരുമ്പോൾ ഞാൻ ഇപ്പം ഓർക്കുന്നതേ, ഒരു പെൺകുട്ടിയെ ആദ്യമായിട്ട് എൻ്റെ അടുത്ത് പിന്നെ ഫോട്ടോസ് സെൻഡ് ചെയ്ത് തരാം. അപ്പോൾ ഞാൻ നോക്കി, കാരണം നമ്മുടെ നാട്ടിലുള്ള ആ സമയത്ത് ഈ മുസ്ലിം പെൺകുട്ടികൾ ഫോട്ടോസ് പോലും എടുക്കാറില്ല. ഓക്കെ, മേക്കപ്പ് പോലും ചെയ്യാറില്ല. എനിക്ക് വർഷങ്ങൾക്ക് മുമ്പുള്ള കഥയാ. ഇന്നത്തെ കാലത്ത് നോക്കുവാണെങ്കിൽ ഏറ്റവും അധികം കല്യാണ ചെക്കിനേക്കാൾ മുമ്പേ മേക്കപ്പും ഒരുങ്ങി വരുന്ന പെൺകുട്ടികളാണ്, പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ. അത് കല്യാണത്തിന് മാത്രമല്ല, നോർമലി നോക്കുവാണെങ്കിലും നമ്മളെക്കാൾ ഒരുപാട് കോസ്റ്റ്യൂമിൽ തന്നെ സെലക്ഷൻ ഉള്ള നാടാണ് ഇപ്പൊ കോഴിക്കോട്, മലപ്പുറം എന്ന് പറയുന്നത്. ഒരുങ്ങി വരുന്നതും അവരാണ് അല്ലേ. അന്ന് സത്യം ഞാനിപ്പോൾ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം ആ സമയത്ത് ഞാൻ ബിസിനസ് തുടങ്ങുന്ന സമയത്ത് മേക്കപ്പ്
ആർട്ടിസ്റ്റ് എൻ്റെ കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ട്. അപ്പം മേക്കപ്പ് എന്ന് പറയുമ്പോൾ അയ്യോ ഞങ്ങൾക്ക് മേക്കപ്പ് ഇടാൻ പാടില്ല, താല്പര്യമില്ല. അല്ല ഇടാൻ പാടില്ല. ഓക്കെ. കാരണം അത് വേറെ ഏതോ രീതിയിലാണ് ആളുകൾ അതിനെ കാണാൻ, അറിയാലോ, ട്രഡീഷണൽ ആ സമയത്ത്. അതുപോലെ തന്നെ ഈ പെൺകുട്ടി എൻ്റെ അടുത്ത് ഫോട്ടോസ് തരുമ്പോൾ ഞാൻ ചോദിച്ചു ഇത് എനിക്ക് പേജിലിടാൻ പറ്റുമെന്ന് ചോദിച്ചു. ആ പെൺകുട്ടി ആദ്യമായിട്ട് പറയണേ എൻ്റെ അടുത്ത്, ഇട്ടോ അതിനെന്താന്ന് പറഞ്ഞു. അപ്പം അങ്ങനെ ആദ്യമായിട്ട് ആ പെൺകുട്ടി ഫോട്ടോസ് ഇടാണ്. പിന്നെ ഞാൻ കുറേ ബ്രൈഡിനോട് ഫോട്ടോസ് ചോദിക്കാൻ തുടങ്ങി പേജിലിടാം. അവർ പറയും അയ്യോ ഫോട്ടോസൊന്നും ഞങ്ങൾക്ക് തരാൻ പറ്റില്ല ഈ ഫോട്ടോസ്. അങ്ങനെ പറഞ്ഞ ആളുകൾ ഇന്നിപ്പം ഇങ്ങോട്ടേക്ക് ഫോട്ടോസ് ഇടാൻ പറ്റാത്ത സാഹചര്യം, എന്താ ഫോട്ടോ ഇടാത്ത എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് മാറി നമ്മൾ. അതായത് ഇപ്പം നമുക്ക് എല്ലാ ഫോട്ടോസ് ഇടാൻ പറ്റുന്നില്ല. പിന്നെ ടാഗ് ചെയ്താൽ സ്റ്റോറി ചെയ്താൽ ചിലപ്പോൾ മറന്നു പോകും, അല്ലെങ്കിൽ എന്താ ഇടാത്തെ, അല്ലെങ്കിൽ ആ ഒരു അവസ്ഥയിലേക്ക് മാറി. അപ്പം അന്നും ഭയങ്കര അതൊരു മാറ്റമാണ്. ആ ഒരു മാറ്റം എനിക്കറിയാം. ഇപ്പം ലീഡിങ് ആയിട്ടുള്ള കുറേ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇപ്പം അവരുടെ സാഹചര്യമൊക്കെ ഞാൻ കണ്ടു വളർന്നതാണ്. അപ്പം ഇപ്പം ഞാൻ പേരൊന്നും പറയുന്നില്ല, ഇപ്പം ഒരുപാട് പേരുണ്ട് ഇപ്പം ലീഡിങ് മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ. അപ്പോൾ അവരൊക്കെ അന്ന് അത്രയും കഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം ഒരു സമയത്ത് നമ്മളോടായിരുന്നു ചോദിച്ചിരുന്നത് ആരാണ് നല്ല മേക്കപ്പ് ആർട്ടിസ്റ്റ്, നിങ്ങളുടെ കയ്യിൽ മേക്കപ്പ് ആർട്ടിസ്റ്റ് ഉണ്ട്. ഇന്ന് കല്യാണ ചെക്കനെ നോക്കുന്നതിനേക്കാൾ മുമ്പ് മേക്കപ്പ് ആർട്ടിസ്റ്റിനെ നോക്കൂ. തീർച്ചയായിട്ടും. ഡ്രസ്സ് നോക്കൂ. അതെ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മൾ കല്യാണ ചെക്കനൊക്കെ റെഡിയാക്കുക. ആ അവസ്ഥയിലേക്ക് ഇന്ന് മാറി. ഭയങ്കര സന്തോഷമാണ്. ഒരു ബിസിനസ് ഒരു മാറ്റം ഉണ്ടായി. ഈ സമയത്ത് നമ്മൾ കൊച്ചിക്ക് വന്നെന്ന് പറഞ്ഞു, അഭിനയമോഹമായി വന്നെന്ന് പറഞ്ഞു. ഈ സമയം ഫാമിലിയിൽ എങ്ങനെയായിരുന്നു? അല്ല, അനിയൻ ഉണ്ടായിരുന്നു, ഉമ്മ, ഫാദർ ഇല്ല. സോ അപ്പോൾ എങ്ങനെയായിരുന്നു വീട്ടിലെ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ? അതായത് പിന്നെ ഉമ്മ വിദേശത്തായിരുന്നു. നമ്മളെ ഇപ്പോൾ ഹോസ്റ്റൽ ഫീസ്, ഇപ്പോൾ ബോർഡിങ്ങിലാകുമ്പം അറിയാലോ ഹോസ്റ്റൽ ഫീസൊക്കെ നല്ല ഫീസായിരുന്നു. അപ്പം ഉമ്മയ്ക്ക് നമ്മൾ എങ്ങനെയും പഠിക്കണം എന്നായിരുന്നു. ഇപ്പം ഞാൻ വിശ്വസിക്കുന്നത് ഉമ്മ ആ സമയത്ത് അങ്ങനെ ഒരു സ്ട്രഗിൾ ചെയ്തത് കൊണ്ട്, അല്ലെങ്കിൽ അത്രയും നമ്മൾ പഠിക്കണം എന്നുള്ള ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ഉമ്മ അങ്ങനെ തീരുമാനം എടുത്തത് കൊണ്ടാണ് ഇപ്പം ഞാനാണെങ്കിലും അനിയനാണെങ്കിലും ഇപ്പം ഞങ്ങളുടെ കുടുംബത്തിൽ രണ്ടുപേരും സ്വന്തമായിട്ട് ബിസിനസ് ചെയ്ത് വളർന്ന ആളുകളാണ്. അത് ഉമ്മൻ്റെ ആ ഒരു ഇനീഷ്യേറ്റീവാണ്. ഉമ്മ അങ്ങനെ ഒരു തീരുമാനം എടുത്തത് കൊണ്ടാണ്. അതിൽ ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അങ്ങനെ ആണെങ്കിൽ പോലും ഞങ്ങളുടെ ഈ ചിലവുണ്ടല്ലോ, അതായത് ഉമ്മ വിദേശത്തു നിന്ന് അയക്കുന്ന പണം നമ്മുടെ വിദ്യാഭ്യാസത്തിനും നമ്മുടെ ചിലവ്, അതായത് നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അത് കണ്ടെത്തണം എന്നുള്ള ഒരു നിർബന്ധം ഉണ്ടായിരുന്നു. കാരണം ഉമ്മയ്ക്ക് അന്ന് ഒറ്റയ്ക്ക് നോക്കാൻ പറ്റില്ല, മനസ്സിലായോ? അത് ഞങ്ങൾ അനിയനാണെങ്കിലും ഞാനാണെങ്കിലും ഞങ്ങളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ജോലിയിലൂടെ ഞങ്ങളത് കണ്ടെത്താറുണ്ട്. അങ്ങനെയാണ് അത് കൊച്ചിയിലും എത്തിയത്. കാരണം ജോലി എടുക്കണം, എന്ത് ജോലിയാണ്, വൈറ്റ് കോളർ ജോബ് തന്നെ വേണമെന്നില്ല, എന്താണെങ്കിലും ജോലി എടുക്കണം. ഞാൻ അങ്ങനെ ആലോചിക്കാറുണ്ട്, ഇതിനേക്കാൾ നല്ല ജോലിയൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ആ ജോലി കിട്ടാത്തത് എന്നൊക്കെ ചിന്തിക്കാറുണ്ട്, സങ്കടപ്പെടാറുണ്ട്, അന്വേഷിക്കാറുണ്ട്, ചോദിക്കാറുണ്ട്. അന്നും അങ്ങനെയുള്ള ജോലിയൊന്നും. പക്ഷെ അന്ന് ആ സ്ട്രഗിൾ ഫേസ് ചെയ്തത് കൊണ്ട്, അതായത് ഈ പറഞ്ഞ പോലെ ചായ കൊടുക്കാൻ പോയതും അതിനുശേഷം ഉണ്ടായ ആ ഒരു സ്ട്രഗിൾസ് ഇന്ന് ബിസിനസ്സിൽ വളരെയധികം സഹായിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? തീർച്ചയായും. ആ ഒരു സ്ട്രഗിളിൽ കിട്ടിയ ആ ഒരു സ്ട്രെങ്ത് ആണ് ഇന്ന് അല്ല ഇപ്പോൾ ഓൾമോസ്റ്റ് എത്ര ബ്രാഞ്ച് ഉണ്ട് നമ്മുടെ കേരളത്തിൽ? ഇപ്പം കാലിക്കറ്റ് 2, ഇപ്പോൾ കൊച്ചി MG റോഡ് 1 3 ഔട്ട്ലെറ്റ് ഉണ്ട് കേരളത്തിൽ. ബ്രാഞ്ച് മെയിൻ അല്ല 3 ഓവറോൾ 4 നമ്മുടെ ഒരു ഷോപ്പ് തുടങ്ങാൻ നിങ്ങളെ സഹായിച്ചത് ആ ഒരു സ്ട്രെങ്ത് ആയിരിക്കും അന്നുണ്ടായതല്ലേ? സത്യം. കാരണം നമ്മുടെ ഇപ്പം ഞാൻ പ്രസൻറ്റേഷൻ കോളേജിൽ പഠിക്കുന്ന സമയത്തെ ഈ കടുക്കുണ്ട് നമ്മുടെ നാട്ടിൽ കിട്ടുന്നതാണ്, കല്ലുമ്മക്കായ. അപ്പം രാവിലെ 6 മണിക്ക് എഴുന്നേറ്റിട്ട് കല്ലുമ്മക്കായ വിൽക്കാൻ പോകും. ആ സമയത്ത് 10 മണിക്ക് ക്ലാസ്സുമാണ്. അപ്പം 6 മണിക്കല്ല 5:30 എഴുന്നേറ്റ് 6 മണിക്ക് കടുക്ക വിൽക്കാൻ പോകുമ്പോൾ ഇപ്പം നമ്മുടെ കോളേജിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ നമ്മൾ ഫേസ് ചെയ്യാറുണ്ട്. അതായത് അപ്പോൾ ആ ജോലി, അപ്പോൾ അവർ അന്ന് നമ്മളെ കണ്ടിരുന്നതേ, അതായത് ഞാനിപ്പോഴും ഓർക്കാറുണ്ട്. ഇപ്പം നമ്മുടെ ക്ലാസ്സിൽ പഠിക്കുന്ന പിള്ളേരൊക്കെ ഇന്ന് എവിടെയാണെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് നമ്മളെ ഷെയിമായിട്ട് കണ്ടതാണ്. ഏത് അവരെ വീട്ടിൽ കടക്ക വിൽക്കാൻ വരുന്ന പയ്യൻ. അപ്പം ആ രീതിയിലൊക്കെ എനിക്ക് അന്നൊക്കെ ഒരു ഷെയിം ആയിട്ട് തോന്നാറുണ്ട്, ഒരു ചമ്മൽ. പ്രത്യേകിച്ചും പെൺകുട്ടികളും ആൺകുട്ടികളൊക്കെ നമ്മളെ കാണുന്നത് ആ ഒരു രീതിയിലാണല്ലോ. അപ്പം
ഇന്ന് ഞാൻ അതിനൊക്കെ ഒരു പ്രൗഡായിട്ടാണ് കാണുന്നത്. ഞാൻ ആ ജോലി ചെയ്തതും ഞാനിന്ന് ഇപ്പോഴും വിശ്വസിക്കുന്നത് അതൊക്കെ ഏറ്റവും ആ, നിമിഷമാണ്, അല്ല അഭിമാനമായ ജോലിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. അതിൻ്റെ ഒരുപാട് ഗുണങ്ങൾ എൻ്റെ ജീവിതത്തിൽ ഇപ്പം നമുക്ക് പഠിക്കാൻ പറ്റി, അറിയാൻ പറ്റി, ജീവിതം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റി. ഇപ്പോഴും നമുക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയും. ഇനിയിപ്പോൾ എന്ത് സംഭവിച്ചാലും ശരി, തളർന്ന് പോവാതെ നമുക്ക് ഒറ്റയ്ക്ക് എല്ലാ ജോലി എടുക്കാൻ പറ്റുമെന്ന് ഇപ്പം ഞാൻ വിശ്വസിക്കുന്നുണ്ട്. കാരണം എൻ്റെ വല്യപ്പുണ്ട്, അദ്ദേഹം ഭയങ്കര ഇൻസ്പിറേഷനായിരുന്നു എനിക്ക് ഹാർഡ് വർക്കിൻ്റെ കാര്യത്തിൽ. കാരണം നമ്മുടെ മതത്തിൽ ഈ ഹജ്ജിന് പോകുന്ന ഒരു ചടങ്ങുണ്ട് അല്ലേ, ഒരു മുസ്ലിമിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യമാണ് ഹജ്ജ് എന്നാണ് പറയാറ്. അപ്പോൾ എൻ്റെ വല്യപ്പ ഹജ്ജിന് പോയത് എങ്ങനെയാണെന്ന് അറിയും. അപ്പം നമ്മളോട് പോലും പറയാറുണ്ട്, നമ്മൾ അധ്വാനിച്ചുണ്ടാക്കിയ വിയർപ്പിൻ്റെ കൂലി കൊണ്ട് വേണം നമ്മൾ ഹജ്ജ് ചെയ്യാമെന്നാണ് പറയാറ്. എൻ്റെ വല്യപ്പ തോല് പൊളിക്കും, മരത്തിൻ്റെ തോല് പൊളിച്ചിട്ട് അത് വിറ്റിട്ട് ആ വിയർപ്പിൻ്റെ കൂലി കൊണ്ട് ഓരോ പൈസ, അതായത് 2, 3, 4 വർഷം ആ പൈസ സ്വരൂപിച്ച് കൂട്ടി എടുത്തിട്ട് ആ വിയർപ്പിൻ്റെ കൂലി കൊണ്ടാണ് വല്യപ്പ ഹജ്ജിന് പോയത്. വല്യപ്പ ഹജ്ജിന് പോയി തിരിച്ചു വന്ന് പിറ്റത്തെ ആഴ്ച തന്നെ വല്യപ്പ മരിച്ചു. കാരണം ജീവിതത്തിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇൻസ്പിറേഷൻ കിട്ടിയ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ റോൾ മോഡൽ എന്നൊക്കെ പറയുന്നത് നമ്മുടെ ഗ്രാൻഡ് ഫാദർ തന്നെയാണ്. അദ്ദേഹം അധ്വാനിച്ച്, കാരണം ഞാനൊക്കെ സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത കാര്യങ്ങളാണ്. അദ്ദേഹത്തിൻ്റെ വിയർപ്പിൻ്റെ കൂലി കൊണ്ട് വർഷങ്ങൾ എടുത്ത് പണം സ്വരൂപിച്ച് ആ പൈസ കൊണ്ടാണ് അദ്ദേഹം ഹജ്ജിന് പോയത്. ഒക്കെ ഭയങ്കര ഒരു മോട്ടിവേഷനാണ്, ഒരു റോൾ മോഡലാണ്. അങ്ങനെയുള്ള കുറേ അനുഭവങ്ങളൊക്കെയാണ് നമ്മളെ ഇവിടേക്ക് എത്തിച്ചത്. ഓക്കെ. അപ്പോൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ അലമൈൻ ഫാഷൻ ജ്വല്ലറിയാണ് കേരളത്തിലെ ആദ്യത്തെ റെൻ്റൽ ജ്വല്ലറി അല്ലേ? ഇങ്ങനൊരു ഐഡിയ അല്ലെങ്കിൽ ഇങ്ങനൊരു കോൺസെപ്റ്റ് അതെങ്ങനെയാണ് വന്നത്? ഇതിൽ റെൻ്റൽ കൺസെപ്റ്റ് ആദ്യം ഉണ്ടായിരുന്നു. കാരണം ഞങ്ങളുടെ നാട്ടിലൊക്കെ ഗോൾഡ് കവറിങ് പൂശിയ ആഭരണങ്ങൾ തന്നെയാണ് മുമ്പൊക്കെ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഒരു സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന ബ്രൈഡ്സൊക്കെ യൂസ് ചെയ്യുന്ന രീതിയിലായിരുന്നു അന്നൊക്കെ. പക്ഷേ ഞാനത് ബോംബെ പോയി കുറച്ചും കൂടി നോർത്ത് ഇന്ത്യൻ സ്റ്റൈൽ ഓർണമെൻറ്റ്സ് ഒക്കെ വെക്കാൻ തുടങ്ങി ഷോപ്പിൽ. അപ്പം കൊണ്ടുവച്ചത് കൊണ്ട് മാത്രം കാര്യമില്ലല്ലോ, അത് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കണം. അപ്പം വരുന്ന കസ്റ്റമേഴ്സിനെ പരമാവധി കൺവിൻഷൻ ചെയ്തു ഇത് സ്റ്റൈലിഷ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നു. കാരണം തുടക്കത്തിൽ അത്ര എളുപ്പമായിരുന്നില്ല. കാരണം അവർ ബ്രൈഡ് പറയാറ്, അല്ലെങ്കിൽ ബ്രൈഡിൻ്റെ പാരൻസ് പറയാറ്, ഞങ്ങൾക്ക് ഗോൾഡ് അല്ലാതെ ഇത് ഇടാൻ പാടില്ല, ഇത് ഇടുന്നത് ഒരു ഷെയിമായിട്ട് കണ്ടൊരു സമൂഹമാണ് നമ്മുടെ ചുറ്റുപാടും. അപ്പം അത് ഇപ്പോൾ ഒരു പെൺകുട്ടിയെ സംബന്ധിച്ച് പെൺകുട്ടിയുടെ ഒരു ഫാഷൻ സൈക്കോളജിക്കൽ തിയറി എന്ന് പറയുന്നത് അനുകരണമാണല്ലോ. അപ്പോൾ ഒരു പെൺകുട്ടി ട്രെൻഡ് ഉണ്ടെങ്കിൽ ആ ട്രെൻഡ് നമ്മൾ നോക്കും, അവരത് ഫോളോ ചെയ്യും എന്തായാലും. അപ്പോൾ ഒരു പെൺകുട്ടിയെ ആദ്യം ഇത് കൊടുക്കുക എന്നുള്ളത് തന്നെ ഒരു ടാസ്ക് ആയിരുന്നു. അപ്പം അത് ഞാൻ വിജയിച്ചു. അങ്ങനെ ഒന്നിൽ നിന്ന് അവരുടെ ഫ്രണ്ട്സ്, റിലേറ്റീവ്സ്, അങ്ങനെ അത് ഏകദേശം നമ്മുടെ ഏരിയയിൽ മൊത്തം ഇത് ഉപയോഗിക്കുന്ന രീതിയിലേക്ക് ബ്രൈഡ് മാറി. പിന്നെ അത് കോഴിക്കോടിന് പുറത്ത്, പിന്നെ മലപ്പുറത്തുനിന്ന്, പിന്നെ തൃശ്ശൂരിൽ നിന്ന്, എറണാകുളത്തു നിന്നൊക്കെ എന്നെ തേടി റെൻ്റൽ ജ്വല്ലറി ചോദിച്ച് വരാൻ തുടങ്ങി. അങ്ങനെയാണ് ഇതിലേക്ക് എത്തിയത്, ട്രെൻഡായത്. അപ്പോൾ ഒരു 2 കാര്യങ്ങൾ, അതായത് നമ്മൾ ഈ ഒരു എക്സ്പീരിയൻസോ ഓൺട്രപ്രണർ എന്ന രീതി, അയാൾ ഒരു ബിസിനസ് മാൻ എന്ന രീതിയിൽ ഒരു എക്സ്പീരിയൻസും ഇല്ലാത്തൊരു വ്യക്തിയാണ്. പിന്നെ ഈ പറഞ്ഞ പോലെ ബ്രൈഡൽ റെൻ്റൽ ജ്വല്ലറി സിമ്പിളായ ഒരു കാര്യമല്ല, അതിനെപ്പറ്റി ഒരു ഐഡിയ ഇല്ലാത്തൊരു വ്യക്തിയാണ്. അങ്ങനെ ഒരാൾ ഇതിൻ്റെ നമ്മൾ ഒരു ഡിസൈൻ ആയിരിക്കത്തില്ലല്ലോ നമ്മുടെ ആ ഷോപ്പ് മുഴുവൻ വെക്കാം, നമ്മൾ ഒത്തിരി ഡിസൈൻസ് വരും, പിന്നെ കുറേ കസ്റ്റമൈസ്ഡ് വരും. അപ്പോൾ ഇതൊക്കെ എങ്ങനെ ഹാൻഡിൽ ചെയ്താൽ? അപ്പോൾ ഒത്തിരി ആൾക്കാർ സ്റ്റാഫ്സിൻ്റെ പുറകിൽ ഉണ്ടായിരുന്നു ഫസ്റ്റ് ടൈം, അത് പിന്നീടാണോ വന്നത്? അതൊക്കെ എങ്ങനെയായിരുന്നു? ഇല്ല, തുടക്കം ഞാൻ മാത്രമായിരുന്നു തുടക്കം. കാരണം ഞാൻ ഒരു 3 വർഷത്തോളം എനിക്ക് എൻ്റെ ഫ്രണ്ട്സിൻ്റെ ഫ്രണ്ട്സിന് മീറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ എൻ്റെ റിലേറ്റീവ്സിൻ്റെയൊക്കെ ബ്രൈഡിന് എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ 9:00 ഷോപ്പിലേക്ക് വന്നാൽ 10 മണിക്ക് ആ വീട്ടിലേക്ക് പോവാം.
സ്റ്റാഫൊന്നും ഉണ്ടായിരുന്നില്ല. ഒറ്റക്കാണ് മെയിൻ. അങ്ങനെ. ഒറ്റക്കായിരുന്നു എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്നത്. ഫുഡൊക്കെ ഷോപ്പിൽ കൊണ്ടുവരും. അപ്പം വേറെ ഒരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. കാരണം ഈ ഒരു തുടക്കത്തിൽ കിട്ടിയ ഒരു സ്ഥാപനം പിച്ച് വെച്ച് വരാണ്. കൂടുതൽ എന്താ പറയുക, തുടക്കത്തിൽ ഉദ്ദേശിച്ച വരുമാനമൊന്നും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ഇങ്ങനെ റെൻ്റൽ കൺസെപ്റ്റിലേക്ക് വന്നപ്പോഴാണ് അത് ഒന്നും കൂടി ബിസിനസ്സൊക്കെ വളരാൻ തുടങ്ങി, സ്റ്റാഫിനെ വെക്കാൻ തുടങ്ങി. പിന്നെ എനിക്ക് തോന്നുന്നത് 2019 ഞാൻ SM സ്ട്രീറ്റിലോട്ടാണ് ഫസ്റ്റ് ഈ ഫ്രാൻസിസ് റോഡിൽ നിന്ന് ആദ്യമായിട്ടൊരു ഷോപ്പ് തുടങ്ങുന്നത്, കോവിഡ് സമയത്ത്. അപ്പം ആ ഒരു സിറ്റുവേഷനിൽ ഇപ്പം അത്യാവശ്യ കടകൾ മാത്രമേ തുറക്കാൻ പാടുണ്ടായിരുന്നുള്ളൂ. ആ അത്യാവശ്യ കടയിൽ എൻ്റെ സ്ഥാപനവും ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. കാരണം അതൊരു ഓർമ്മ ആയിരുന്നു. കാരണം SM സ്ട്രീറ്റ് എന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ, അറിയാലോ, തെരുവാണ്. അപ്പോൾ അവിടെ ഈ ബേക്കറി തുറക്കാറുണ്ട്. അതുപോലെ തന്നെ പിന്നെ എൻ്റെ ഷോപ്പ് വേണം തുറക്കാൻ. കാരണം ആ സമയത്ത് ബ്രൈഡ് 5 പേര് വരെ പങ്കെടുപ്പിച്ചുകൊണ്ട് കല്യാണം നടത്താം എന്നുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടായിരുന്നു. 5 പേര് വരെ. ആ സമയത്ത് പോലും ബ്രൈഡ് ഓർണമെൻറ്റ്സ് ഇടും. മുൻപ് ബുക്ക് ചെയ്ത ഓർണമെൻറ്റ്സ് ഒക്കെ ഞങ്ങൾക്ക് കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ സിറ്റുവേഷനിൽ ഞങ്ങൾ ഷോപ്പ് തുറന്നിരുന്നിട്ടുണ്ട്. അത് ഭയങ്കര അനുഭവമാണ്. ഈ പറഞ്ഞ പോലെ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളിനകത്ത് സാമ്പത്തികമായ ഇത് വലിയൊരു കാര്യമായിരുന്നു. ഇപ്പോൾ പറഞ്ഞ 60,000 രൂപ ഉണ്ടായിരുന്നു, പക്ഷെ 3 ലക്ഷത്തിന് പർച്ചേസ് ചെയ്തു. എന്നിട്ട് ആ പുള്ളി പറഞ്ഞു വേണ്ട എന്നൊക്കെ പറഞ്ഞ കഥ കേട്ടു നമ്മൾ. കഥയല്ല, ഇറ്റ്സ് എ റിയൽ സ്റ്റോറി. അത് നമ്മൾ കേട്ടു. അപ്പം അതിൽ ഈ ഫിനാൻഷ്യലായിട്ട് എത്രത്തോളമാണ് ഒന്ന് സ്റ്റേബിൾ ആവാൻ പറ്റിയത്? സാമ്പത്തികമായിട്ട് എനിക്ക് ആ സമയത്ത് വലിയ തോതിൽ ഇൻകം ഉണ്ടായിരുന്നില്ല. കാരണം പർച്ചേസ് ചെയ്യുന്നുണ്ട്. ഞാൻ ഈ SM സ്ട്രീറ്റിലേക്ക് പോയ സമയത്താണ്. കാരണം നമ്മൾ ഈ സർക്കാരിൻ്റെ പല റെസ്ട്രിക്ഷൻസ്, റൂൾസ് കീപ്പ് ചെയ്യാൻ ബാധ്യസ്ഥരായൊരു സമയം ഉണ്ടായിരുന്നു. ഈ 6 ദിവസം കോവിഡ് വന്ന സമയത്ത് 6 ദിവസം നമ്മളോട് വീട്ടിലിരിക്കാൻ പറയുകയും ഒരു ദിവസം പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്യുന്നൊരു സമയമൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ശരിക്കും നമുക്ക് SM സ്ട്രീറ്റിൽ വലിയ റെൻ്റ് വരുന്ന സ്ഥലമാണ്. അന്ന് ഒരു ദിവസം ഷോപ്പ് തുറന്നാൽ ഒരു ദിവസം റെൻ്റ് കൊടുത്താൽ മതി. അപ്പം അന്ന് ഒരു ദിവസമാണെങ്കിൽ ഭയങ്കര സെയിലും. അങ്ങനെ കുറച്ച് കാലം എനിക്ക് അങ്ങനെ കുറേ ഗുണങ്ങളുണ്ടായിട്ടുണ്ട്. കോവിഡിനെ കൊണ്ട് കുറേ ഗുണമുണ്ടായ ഒരു വ്യക്തിയും കൂടിയാണ് ഞാൻ. അങ്ങനെ എനിക്ക് SM സ്ട്രീറ്റിൽ എന്ന് പറയുന്നത് അത്യാവശ്യം വലിയ ഷോറൂം ആയിരുന്നു. അവിടെ SM സ്ട്രീറ്റിൽ നിന്നാണ് എനിക്ക് ഒരു എന്താ പറയുക, ഒരു മിച്ചം വരുന്ന, അല്ലെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് ഒരു ബിസിനസ്സുകാരൻ എന്ന നിലയ്ക്ക് വളരാൻ പറ്റിയത് SM സ്ട്രീറ്റിലെ കച്ചവടം കൊണ്ടാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അന്നത്തെ ആ ഒരു സമയത്ത് ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് കുറച്ച് ബുദ്ധിമുട്ടും ഉണ്ടായിരുന്നു. എന്നാൽ പിന്നീട് അതൊന്ന് റിക്കവറായി. SM സ്ട്രീറ്റിൽ ആ ഒരു എന്താ പറയുക, ഒരു ദിവസത്തെ സെയിലാണെങ്കിലും നല്ല സെയിൽസ് ആണെന്നുകൊണ്ട് അത് റിക്കവർ ആവാനും പറ്റിയല്ലേ? അപ്പം ആസ് യുവർ പോയിന്റ് ഓഫ് വ്യൂവിൽ എന്താണ് ഒരു വ്യക്തിയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി എന്ന് പറയുന്നത് നമ്മൾ മാനസികമായിട്ടും, അതായത് നമുക്ക് ഈ പണം ഉള്ളത് കൊണ്ട് നമുക്ക് കിടന്നുറങ്ങാൻ പറ്റണം എന്നില്ലല്ലോ. നമ്മൾ കടം ഇല്ലാതെ, അതായത് കിടന്നുറങ്ങാൻ പറ്റണം മനസ്സമാധാനത്തോടു കൂടി ഒരു ദിവസമെങ്കിലും. അങ്ങനെ ഉറങ്ങാൻ പറ്റുന്നതാണ്. ഒരു ബിസിനസ്സുകാരനായതുകൊണ്ട് മാത്രം കാര്യമില്ല എന്ന് വിശ്വസിക്കുകയാണ്. അതായത് നമ്മൾ അധ്വാനിക്കുന്ന ആ പണം കൊണ്ട് നമുക്ക് ആ രാത്രി കിടന്നുറങ്ങാൻ പറ്റണം. എന്നിട്ട് നേരം വെളുക്കുമ്പോൾ ഒരു സ്ട്രഗിൾ ഇല്ലാതെ, കടമില്ലാതെ ജീവിക്കാൻ പറ്റണം. സമാധാനത്തോടു കൂടി ഒരാൾക്ക് പോലും ബാധ്യത ഇല്ലാതെ ജീവിക്കാൻ പറ്റുന്നത് തന്നെയാണ് ഒരു സാമ്പത്തികമായ ഒരു അടിത്തറ എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ കടം എന്നത് ബിസിനസ്സുകാരുടെ വ്യൂ ഓഫ് പോയിന്റിൽ നോക്കുവാണെങ്കിൽ, ഇപ്പോൾ ഒരു ബാങ്കിൽ ചെന്ന് കുറച്ച് ലോൺ എടുത്തു, അത് സത്യത്തിൽ കടമെടുക്കുന്ന പോലെ. പക്ഷെ അതെടുത്താൽ ബിസിനസ്സുകാരെ വെച്ച് നോക്കുവാണെങ്കിൽ ലോൺ എടുത്തു ആ ഒരു രീതിയിൽ നമ്മളത് കാണും. എന്നാൽ ഒരു സാധാരണപ്പെട്ടവൻ പോയി എടുത്ത് വന്നു കഴിഞ്ഞാൽ അത് കടമെടുത്തവൻ കടം കൂടി അവൻ ജപ്തി എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട്. ആ ഒരു ഡിഫറൻസ് എന്താ? ബിസിനസ്സുകാരനും സാധാരണക്കാരനും തമ്മിൽ അങ്ങനൊരു കടം എന്ന വേർഡിൽ തന്നെ 2 ഡിഫറൻസ് വരുന്നുണ്ട്. അതെന്താ അങ്ങനെ? ഇല്ല, കടം എന്ന് പറയുന്നത് നമ്മൾ കമ്മിറ്റ്മെൻ്റ് ആണ്, കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. ബിസിനസ് എന്ന് പറയുന്നത് നമ്മുടെ കച്ചവടത്തെ ദൈനംദിന നമുക്ക് വരുന്ന ചെലവ്, നമുക്ക് വരുന്ന വരവ്,
ചിലവും നമ്മൾ പിന്നെ വരവും ഉണ്ട്. അപ്പോൾ നമ്മൾ ചിലവിൽ കൂടുതൽ, അതായത് നമുക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ചിലവ് കാണിക്കുകയാണെങ്കിൽ അതൊരു ബാധ്യതയാണ്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് നമ്മൾ എടുക്കുന്ന കടം, അതായത് നമ്മുടെ പ്രോഫിറ്റ്, നമുക്ക് കിട്ടുന്ന പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ ബാധ്യതകൾ പർച്ചേസ് ചെയ്യുമ്പോൾ അത് നമുക്കത് വലിയൊരു ബാധ്യതയായി മാറും. അപ്പം അത് കച്ചവടത്തെ അനുസരിച്ചിരിക്കും ഒരു കച്ചവടക്കാരൻ്റെ ഈ ബിസിനസ് സാഹചര്യവും അതുപോലെ തന്നെ മാനസികമായ സാഹചര്യവും അത് വലിയ ബാധ്യതയിലേക്ക് കൊണ്ടുവരും. അപ്പോൾ ഡിപ്പെൻസ് ആണ്, യെസ്, അതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. അപ്പോൾ ഒരു രണ്ട് മൂന്ന് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഇത് കൂട്ടാം. അതായത് സനൂപൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് അതെങ്ങനെയാണ്? എൻ്റെ ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റ് ഇപ്പം ഞാൻ തന്നെയാണ് നോക്കുന്നത്. ഇപ്പം അതായത് നമ്മുടെ ബിസിനസ്സിൽ നിന്ന് ഇപ്പം 3 ഔട്ട്ലെറ്റ് ഉണ്ട്. അപ്പം അവിടെ നിന്ന് കിട്ടുന്ന ആ വരുമാനം ഞാൻ തന്നെയാണ് മാനേജ് ചെയ്യുന്നത്. അപ്പം അത് ഞാനൊരു ആ രീതിയിലേക്ക് കണക്കെടുക്കുന്ന രീതിയിലേക്ക് ഞാൻ ഇതുവരെ എത്തിയിട്ടില്ല. കാരണം ഒരു ദിവസം ഒരു ദിവസം ഇന്നത്തെ ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം എങ്ങനെയായിരിക്കും സ്പെൻഡ് ചെയ്യുന്നത്, എങ്ങനെയായിരിക്കും അതൊരു, ഇപ്പോൾ നമ്മൾ ഒരു ഫിനാൻഷ്യൽ മാനേജ്മെന്റ് ഒരു വ്യക്തിയെ സംബന്ധിച്ച് വലിയൊരു കാര്യമാണ്. തീർച്ചയായും വരവിനേക്കാൾ അധികം ചെലവായാൽ നമ്മുടെ കയ്യിൽ നിന്ന് കാര്യങ്ങൾ വിട്ടുപോകും. അപ്പം അങ്ങനെ ഒരു വ്യക്തിയാണോ, ഭയങ്കര എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു വ്യക്തിയാണോ, അതോ ഭയങ്കര ഫിനാൻഷ്യലി മാനേജ്മെന്റ് ഭയങ്കര അധികം ശ്രദ്ധിക്കുന്ന ഒരു വ്യക്തിയാണോ? ഞാൻ ഫൈനാൻഷ്യൽ അച്ചടക്കം പാലിക്കാറുണ്ട്. ഓക്കെ. കാരണം എനിക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് എനിക്കറിയാം. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങിയിട്ടാണ് ഞാൻ ചിന്തിക്കാറും ആ പണം ഉപയോഗിക്കാറും. കാരണം പ്രയോറിറ്റി കൊടുക്കുന്നത് നാളത്തേക്കും കൂടിയാണ്. ബിസിനസ് എന്ന് പറയുന്നത് നാളത്തേക്കും കൂടിയാണ്. നാളെ എനിക്ക് കച്ചവടം ഇല്ലെങ്കിൽ, ഇപ്പം നമുക്കറിയാം ഒരുപാട് പാൻഡമിക് സിറ്റുവേഷൻ നമ്മൾ, പ്രത്യേകിച്ച് കേരളം, നമ്മൾ നേരിട്ടതാണ്. അത്തരം ഒരു സിറ്റുവേഷൻ ഏത് കച്ചവടക്കാരനും നേരിടേണ്ടി വരും എന്നുള്ള ഒരു ബോധ്യം നമുക്ക് ഏത് കച്ചവടക്കാരനും ഉണ്ടാവണം. ഓക്കെ. അപ്പം നമ്മുടെ മുമ്പിൽ ഫ്ലോപ്പായ ഒരുപാട് ബിസിനസ്സുകാരുണ്ട്. തീർച്ചയായിട്ടും. അപ്പം അഡ്വാൻസ് അല്ലെങ്കിൽ ദീർഘവീക്ഷണം തന്നെയാണ് ഏത് കച്ചവടക്കാരൻ്റെയും മുന്നോട്ട് നയിക്കുന്നത്, ഏത് കച്ചവടക്കാരനെയും. അപ്പം അത് അടിസ്ഥാനപ്പെടുത്തി നമ്മുടെ സാമ്പത്തിക അച്ചടക്കം പാലിക്കുക, ഭദ്രതയാക്കി വെക്കുക. കറക്റ്റ്. സാമ്പത്തിക അച്ചടക്കം, അതായത് സേവിങ്സിലേക്ക് എത്തിക്കുക, സേവിങ്സ് വെക്കുക അല്ലെങ്കിൽ റിസർവ്ഡ് ആക്കി വെക്കുക എന്നാണോ ഉദ്ദേശിക്കുന്നത്? സേവിങ്സിലുപരി, സേവിങ്സ് എന്ന് പറയുന്നത് അത് ബിസിനസ്സിനെ, നമ്മുടെ സാമ്പത്തിക സ്ഥിതിയെ അടിസ്ഥാനമാക്കിയിരിക്കും. എത്ര സേവ് ചെയ്താലും ആ പണം നമുക്ക് സംരക്ഷിക്കാൻ പറ്റില്ല. നമുക്ക് എന്തെങ്കിലും ക്രിട്ടിക്കൽ ഒരു സ്റ്റേജ് വന്നാൽ ആ സേവിങ്സ് നഷ്ടപ്പെടാവുന്നതേ ഉള്ളൂ. പക്ഷെ നമ്മുടെ സാമ്പത്തിക അച്ചടക്കം ഉണ്ടല്ലോ, നമ്മൾ ഏത് സാഹചര്യങ്ങളും വന്നു കഴിഞ്ഞാൽ നമുക്കത് നേരിടാൻ പറ്റും. അതിന് ഫൈനാൻഷ്യൽ സ്റ്റേബിൾ അല്ലെങ്കിൽ അടിത്തറ ഉണ്ടല്ലോ, ഫൗണ്ടേഷൻ, അത് ഏറ്റവും നന്നായി ഉപയോഗപ്പെടുത്താൻ, ഏറ്റവും നന്നായി സുരക്ഷിതമായി വെക്കാം. അതുകൊണ്ടേ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ സാമ്പത്തിക അച്ചടക്കം എന്നൊരു വേർഡ് യൂസ് ചെയ്തല്ലോ, അത് ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ ഒരാൾ അങ്ങനെ പറയുന്നത് ഞാൻ കേൾക്കുന്നത്. സോ ഈ സാമ്പത്തിക അച്ചടക്കത്തിന് ഒരു എക്സാമ്പിൾ പറഞ്ഞു തരുമോ? അതായത് അച്ചടക്കം വേണമെന്ന് നമുക്ക് മനസ്സിലായി, ഈ സാമ്പത്തികമായി എങ്ങനെ അച്ചടക്കം വരുത്താം എന്നതൊരു കുഞ്ഞൊരു എക്സാമ്പിൾ ആയിക്കോട്ടെ, ഒന്ന് പറഞ്ഞു തരുമോ? അതായത് സാമ്പത്തിക ഒരു ബിസിനസ് എന്ന രീതിയിൽ അല്ലെങ്കിൽ ഒരു പേഴ്സണലി ഒരു, ഇപ്പം നമ്മൾ നമ്മുടേതായ ബിസിനസ് നമുക്ക് വേണം, ബട്ട് എന്നാൽ ഒരു പേഴ്സൺ എങ്ങനെ ഒരു സാമ്പത്തിക അച്ചടക്കത്തെ കീപ്പ് ചെയ്യാൻ പറ്റും? വളരെ സിമ്പിൾ. അതായത് നമ്മൾ എന്താണെന്ന് നമ്മൾ തിരിച്ചറിയാം. നമുക്ക് കിട്ടുന്ന വരുമാനം എത്രയാണെന്ന് നമ്മൾ മനസ്സിലാക്കാം. ആ വരുമാനത്തിൽ കവിഞ്ഞ് നമ്മുടെ ദൂർത്ത് എന്ന് പറയില്ല, ആർഭാട ജീവിതം എന്നൊക്കെ നമ്മൾ പറയാറില്ലേ, ആർഭാടപരമായിട്ട് ചില ബിസിനസ്സുകാരൊക്കെ കാണുന്നില്ലേ, അത് ബിസിനസ് ഉണ്ടെന്ന് പറയും, വരുമാനം ഉണ്ടെന്ന്, ബട്ട് അവർ ചിലവാക്കുന്നത് അല്ലെങ്കിൽ അവർ നിക്ഷേപിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത ബിസിനസ്സിലേക്ക് അവർ പണം ചിലവഴിക്കുന്നത് ഒരു പക്ഷേ അവരുടെ കൺട്രോളിലായിരിക്കില്ല, അവർ ചിന്തിക്കുന്നതിന് അപ്പുറമായിരിക്കും. അപ്പം നമ്മൾ തിരിച്ചറിഞ്ഞ് എന്താണെന്ന് മനസ്സിലാക്കി അടുത്തൊരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ പോലും, ഇപ്പോൾ പലപ്പോഴും പല ബിസിനസ്സുകാരും നിലവിലെ ബിസിനസ് വിട്ട് അടുത്തൊരു ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യും. ഒരു പക്ഷേ ഈ ബിസിനസ് വേണ്ടത്ര രീതിയിൽ പോയിട്ടില്ലെങ്കിൽ ആ ബിസിനസ്സും കൂടുതൽ പണം ചിലവഴിക്കുന്ന ആ ബിസിനസ് അവിടെ താൽക്കാലികമായി നമുക്ക് നിർത്തേണ്ടി വരും. അപ്പം നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമ്മുടെ സ്വപ്നം കാണാം,
നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമ്മൾ ജീവിക്കുക. അത് തന്നെയാണ് സാമ്പത്തിക അടിത്തറ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഇപ്പോഴാണ് നമ്മൾ കുറച്ചും കൂടെ അതൊരു എക്സാമ്പിളായിട്ട് പറയുമ്പോഴേക്കും ഇപ്പോൾ നമ്മൾ പറയുമ്പോഴും ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ഓഡിയൻസിനും മനസ്സിലാവുക എന്നത്. ഓക്കെ. അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ ബിസിനസ്സിനകത്ത് ബിസിനസ് അല്ലാതെ വേറെ എന്തെങ്കിലും സോഴ്സ് ഓഫ് ഇൻകം ഉണ്ടോ? അതായത് ഇപ്പോൾ നമ്മളൊരു മാനേജ്മെൻറ്റ്, ഇപ്പോൾ ആക്ടറാണ് മോഡലാണെന്ന് അറിയാം, ബട്ട് എന്നാലും ആസ് എ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിക്കുക, ഹൗ മെനി സോഴ്സ് ഓഫ് ഇൻകം യു ഹാവ്? എനിക്ക് എൻ്റെ വരുമാനം എന്ന് പറയുന്നത് എൻ്റെ ബിസിനസ് തന്നെയാണ്. ആ ബിസിനസ്സിൽ ഇപ്പം ഞാൻ ഹാപ്പിയാണ്. കാരണം ഇപ്പോൾ ഞാൻ മാനേജ് മാത്രം ചെയ്താൽ മതി എൻ്റെ ബിസിനസ്സിൽ. ഈ ഒരു സാഹചര്യത്തിലേക്ക് വന്നത് ഫസ്റ്റ് ടൈമിൽ ഞാൻ മാനേജ്മെൻറ്റ് മാത്രമല്ല, ഞാൻ സെയിൽസ് ചെയ്യണം, ഞാൻ ആളിനെ പിച്ച് ചെയ്യണം, എല്ലാം ഞാൻ ചെയ്തുകൊണ്ടിരുന്ന ആള് ഇന്ന് ഞാൻ ഒറ്റയ്ക്ക് അതൊന്ന് നോക്കിക്കൊണ്ടിരുന്നാൽ മാത്രം മതി, ഹാൻഡിൽ ചെയ്താൽ മതി. കറക്റ്റ്. ബാക്കി സെയിൽസിന് പിച്ച് ചെയ്യുന്ന എല്ലാം അവർ ചെയ്തോളൂ അല്ലേ? അതെ, അതാണ് ഒരു ബിസിനസ്സുകാരൻ. യഥാർത്ഥ ഒരു ബിസിനസ്സുകാരൻ അങ്ങനെ ആവണം, സിസ്റ്റമാറ്റിക് ആവണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് എനിക്ക് എത്താൻ പറ്റി. ദൈവാനുഗ്രഹം, സന്തോഷം. ഈ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന ഒരു, കാരണം പൊതുവേ നമ്മൾ കേൾക്കുന്നുണ്ട് ബിസിനസ്സിൽ മാത്രമല്ല അല്ലാതെ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് ബിസിനസ്സുകാർ കൂടുതലും ചെയ്യുന്നത് ഈ മ്യൂച്വൽ ഫണ്ട്സ് പോലുള്ള ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് ചെയ്യുന്നതാണ് നമ്മൾ കേൾക്കാറുള്ളത്. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ ട്രേഡിങ് അങ്ങനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? എനിക്ക് അറിയാത്തൊരു മേഖലയാണ് ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നെ ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സിലേക്ക്, നമുക്കറിയുന്ന ബിസിനസ്സിലേക്ക്, നമുക്ക് താല്പര്യമുള്ള ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. കാരണം ഇൻവെസ്റ്റ് എന്ന് പറയുന്നത് ഇപ്പം നമ്മളൊരു പലപ്പോഴും പലരും പറയാറുണ്ട് ഒരു വീട് ഒരിക്കലും ഒരു ഇൻവെസ്റ്റ് അല്ല എന്ന്. കാരണം ആ പണം നമ്മൾ ബിസിനസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അതിൻ്റെ ഗ്രോത്ത് കിട്ടും. അത് എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ബിസിനസ്സിലേക്ക് തന്നെയാണ്. ഇപ്പം റെൻ്റൽ ജ്വല്ലറി ആയിരുന്നു ഞാൻ തുടങ്ങിയത്. ഇപ്പം റെൻ്റൽ ഡ്രസ്സ് എന്നൊരു കൺസെപ്റ്റിലേക്കും കൂടി വന്നു. ഓക്കെ, എക്സ്പാൻഡ് ചെയ്തു. നമ്മൾ ഒന്നിനും തുടങ്ങി നമ്മൾ അടുത്ത റെൻ്റൽ ഡ്രസ്സ് എന്നൊരു കൺസെപ്റ്റിലോട്ടും കൂടി മാറി. അപ്പം ഇനി എനിക്കുള്ളത് അത് എനിക്ക് തോന്നുന്നത് നല്ലൊരു, കാരണം ഞാൻ ഇപ്പം ഞാൻ ഇൻ്റർവ്യൂ ചെയ്ത നല്ലൊരു ഐഡിയ ആണ്. ബിക്കോസ് ആസ് എ മാരേജ് ഒറ്റ ദിവസത്തേക്കായിരിക്കും നമ്മൾ ഇത്രയും ലക്ഷങ്ങൾ മുടക്കി ഡ്രസ്സും സ്വർണവും ഒക്കെ വാങ്ങിക്കുക. സ്വർണത്തിൻ്റെയൊക്കെ വില ഇപ്പം നമുക്ക് നല്ലപോലെ അറിയാം. വാങ്ങിക്കുക. പക്ഷെ നമ്മൾ അന്ന് മാത്രമേ അത് യൂസ് ചെയ്യത്തുള്ളൂ. പിന്നെ നമുക്ക് അതിനെ കൊണ്ട് വേറെ ഒരു യൂസും വരുന്നില്ല. ബട്ട് ഇന്നത് മാറി. ഇപ്പം നമ്മുടെ സെലിബ്രിറ്റീസ് പോലും അത് ആ പാറ്റേൺ മാറ്റിയിട്ട് അവർ സിമ്പിളായ രീതിയിൽ ചെയ്യുന്നുണ്ടല്ലേ? സെലിബ്രിറ്റീസും ഇന്ന് റെൻ്റൽ ഓർണമെന്റ്സ് ആണ് എടുക്കാറ്. ഓക്കെ. അപ്പം നമ്മുടെ ഷോപ്പിൽ നിന്നൊക്കെ എടുക്കാറുണ്ടോ സെലിബ്രിറ്റീസ്? ഒരുപാട് സെലിബ്രിറ്റീസ്. കാരണം അവരുടെ ഷൂട്ടിന് ഇപ്പോൾ പെജൻ ഷോക്ക്, ഇപ്പോൾ മുംബൈ ഫാഷൻ വീക്കിന് വരെ ഞങ്ങൾ ജ്വല്ലറി പാർട്ണറായിരുന്നു. ഇപ്പം കേരളത്തിൽ നടക്കുന്ന ഒരുവിധ പെജൻ ഷോൻ്റെ ഒക്കെ ജ്വല്ലറി പാർട്ണർ ഞങ്ങളാണ്. പിന്നെ എന്തിന് ഏറെ പറയണം, ഈ ജ്വല്ലറി ഷൂട്ടിന് ഓർണമെന്റ്സ് നമ്മൾ കൊടുക്കാറുണ്ട്. ഓക്കെ, ഒറിജിനൽ ഷൂട്ടിന് മിസ്സായി പോയാലോ എന്നൊക്കെ വിചാരിച്ചായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മുടെ ഡിസൈൻ അവരുദ്ദേശിച്ച ഡിസൈൻസ് എന്ന് പറയുന്നത് ഭയങ്കര കസ്റ്റമൈസ്ഡ് ആണല്ലോ. മേക്കിംഗ് ചെയ്തെടുക്കണമെങ്കിൽ ഭയങ്കര കോസ്റ്റ്ലി വരും. അപ്പോൾ പിന്നെ പെട്ടെന്ന് അവർക്ക് ഷൂട്ടിനൊക്കെ കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു കാര്യം. ഇപ്പം നമുക്കറിയാം GSTയുടെ ഒക്കെ കുറേ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. 4 പവനിൽ കൂടുതൽ നമ്മുടെ കൈവശം വെക്കാൻ പാടില്ല എന്നുള്ള ബില്ല് വേണം. അപ്പം അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കും, പിന്നെ ഒരുവിധ വെഡ്ഡിങ് ഷോപ്പിംഗ് അതിൻ്റെയൊക്കെ ഷൂട്ട്, ഇപ്പോൾ സിനിമയിൽ എല്ലാത്തിനും ജ്വല്ലറി കൊടുക്കാറുണ്ട്. നമ്മളാണ് ചെയ്യാറുള്ളതല്ലേ? ഈ പറഞ്ഞ പോലെ തന്നെ ഇപ്പം ഇൻവെസ്റ്റ്മെൻറ്റിനെ പറ്റി പറഞ്ഞു, ഇതിനെ എല്ലാത്തിനെയും പറ്റി പറഞ്ഞു, നമ്മൾ സോഴ്സസിനെ പറ്റി, ഫിനാൻഷ്യൽ മാനേജ്മെൻറ്റിനെ പറ്റി പറഞ്ഞു അല്ലേ? ഇതെല്ലാം പറഞ്ഞു. ഇനി ഇപ്പം പറയുവാണെങ്കിൽ ബിസിനസ് മാനാണ്, ആക്ടറാണ്, മോഡലാണ്, അറ്റ് സെയിം ടൈം പൊളിറ്റീഷ്യനാണ്. ഇതെല്ലാം മേഖലയാണ്. നമ്മൾ ബിസിനസ്സിനെ പറ്റി പറഞ്ഞു. ഈ ആക്ടിങ്ങും മോഡലിങ്ങും അതിനെ പറ്റി ഒന്ന് പറയുമോ? യെസ്. ഈ ആക്ടിങ് മോഡൽ എന്ന് പറയുമ്പം എൻ്റെ മനസ്സിൻ്റെ, അല്ലെങ്കിൽ അങ്ങനെ തുടക്കം മുതലേ ഉണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു. പ്രത്യേകിച്ച് എൻ്റെ ബിസിനസ്സും അതുമായി ബന്ധപ്പെട്ട ഒരു ബിസിനസ്സാണ്. അപ്പം എൻ്റെ ഫ്രണ്ട്സ്, എൻ്റെ കൂടെ ഉണ്ടാകുന്ന ആളുകളൊക്കെ ഈ മോഡലൊക്കെയാണ്. അങ്ങനെ ഒരു ഇൻസ്പിറേഷൻ്റെ പുറത്ത്, അല്ലെങ്കിൽ അവരെ എനിക്ക് തന്ന അവസരങ്ങൾ ഞാനത് ഉപയോഗിക്കുക എന്നുള്ളത് മാത്രമേ ഞാൻ ചെയ്യുന്നുള്ളൂ. ഇപ്പം ഒരുവിധം
റൺവേ മോഡലായിട്ട് ഒരുവിധ ഷോ ചെയ്യാറുണ്ട്, അതുപോലെ തന്നെ ആഡ് ചെയ്യാറുണ്ട്. ആ ഒരു പാഷൻ എന്ന രീതിയിലാണ് അല്ലെ, അവിടുന്ന് ഒരു പേയ്മെൻറ്റ് അങ്ങനെ നോക്കിയിട്ടല്ല, ഒരു പാഷനായിട്ടല്ലേ? കറക്റ്റ്. ബിക്കോസ് ഇപ്പം സാലറി അല്ലെങ്കിൽ പേയ്മെൻറ്റ് എന്ന് നോക്കുവാണെങ്കിൽ, ഫൈനാൻസിൽ നോക്കുവാണെങ്കിൽ ഇപ്പോഴത്തെ നല്ലൊരു ബിസിനസ് ഉണ്ട്, അതിൽ നല്ല ടേൺ ഓവേഴ്സ് ഉണ്ട്, അത് നോക്കാം. ബട്ട് നമ്മുടെ ഒരു പാഷൻ അല്ലേ? അതെ. ഇപ്പോൾ എൻ്റെ ആദ്യമൊക്കെ ഞാൻ ഇങ്ങനെ സിനിമാഭിനയ മോഹമായിട്ട് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഉമ്മ പറയാറുണ്ട്, നീ ഇങ്ങനെ തിരിഞ്ഞു കളിച്ച് നിനക്ക് ജീവിക്കണ്ടേ, അല്ലെങ്കിൽ കുടുംബം നോക്കണ്ടേ, ഇങ്ങനെ നടക്കുന്ന സമയത്ത്. അപ്പോൾ അന്ന് അങ്ങനെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇന്ന് അങ്ങനെ എൻ്റെ അടുത്ത് ആരും പറയില്ല. ഓക്കെ. അപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ, ഒരു പാഷൻ, അതെൻ്റെ ഉള്ളിലുണ്ട്. അത് ഞാനിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അറ്റ് സെയിം ടൈം പൊളിറ്റീഷ്യൻ ആണെന്ന് അറിഞ്ഞു. ഈ പൊളിറ്റീഷ്യൻ എന്നൊരു രീതിയിൽ എങ്ങനെയാണ് വന്നത്? എന്തുകൊണ്ടാണ് പൊളിറ്റീഷ്യൻ ആവാൻ ഓക്കെ അങ്ങനെ സംസാരിക്കാമെന്നുള്ളൊരു ഇതിലേക്ക് എത്തിയത്? പൊളിറ്റീഷ്യൻ എന്ന് പറയുമ്പോൾ നമ്മുടെ ജീവിതം, ദൈനംദിന ജീവിതത്തിൽ രാഷ്ട്രീയം ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഇപ്പം 2012 ഞാൻ ആദ്യമായിട്ട്, അതായത് അന്ന് സോഷ്യൽ മീഡിയ, ഈ ഫേസ്ബുക്കൊക്കെ സജീവമായി വരുന്ന സമയം, ഇന്ത്യ അഗൈൻ കറപ്ഷൻ മൂവ്മെൻറ്റ്സ് നമ്മുടെ രാജ്യത്ത് അഴിമതി നടത്തിക്കൊണ്ടിരിക്കുക. നമ്മുടെ രാജ്യത്ത് ഇന്ന് നടക്കുന്ന എല്ലാ വിഷയങ്ങൾക്കും എല്ലാ പ്രശ്നങ്ങൾക്കും കാരണം അഴിമതിയാണ്, കറപ്ഷൻ. ആ കറപ്ഷൻ ചെയ്യുന്ന ആളുകളെ, അവരെ വിചാരണ ചെയ്ത് അവരെ കുറ്റവാളിയാക്കാനുള്ള നിയമം നമ്മുടെ രാജ്യത്തില്ല. അത് സത്യമാണ്. കാരണം യഥേഷ്ടം പല ആളുകളും അഴിമതി നടത്തുന്നുണ്ട്. അപ്പോൾ അവരെ ജൻലോക്പാൽ നിയമം കൊണ്ടുവന്ന് അവരെ ജയിലിലടക്കാനുള്ള ഒരു നിയമനിർമ്മാണ സംവിധാനം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വലിയൊരു വിഭാഗം ആളുകൾ സമരം നടത്തിയിട്ടുണ്ടായിരുന്നു. അതിൽ ആകൃഷ്ടയായിട്ടാണ് ഞാൻ പൊളിറ്റിക്സിലേക്ക് വന്നത്. അത് ആം ആദ്മി പാർട്ടിയിലാണ് എന്നെ കൊണ്ട് എത്തിച്ചത്. ഇപ്പം നമുക്കറിയാം, നമ്മൾ വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് നമ്മൾ അവകാശപ്പെടുന്നില്ലേ, അല്ലേ? നമ്മൾ തെരഞ്ഞെടുപ്പ് നടത്തുന്നുണ്ട് രാജ്യത്ത്, കഴിഞ്ഞതേ ഉള്ളൊരു തെരഞ്ഞെടുപ്പ് അല്ലേ? ഈ തെരഞ്ഞെടുപ്പ് നടത്തിയിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ? പുതിയ സർക്കാർ വരും, പുതിയ ആൾക്കാർ വരും, പുതിയ ഭരണം വരും. അതായത് ഈ ജയിക്കുന്ന MP-മാരെ വിലക്ക് മേടിക്കാൻ വേണ്ടിയിട്ട് ഒരു വലിയൊരു വിഭാഗം ആളുകളില്ലേ ഇവിടെ? ഉണ്ട്. നമ്മുടെ ജുഡീഷ്യറി നോക്കുകുത്തിയല്ലേ, അല്ലേ? ഇവിടെ ഈ CBI അല്ലെങ്കിൽ ED, ഇത്തരം ആളുകൾ, ഈ വിലക്ക് മേടിക്കുന്ന ആളുകൾക്കെതിരെ എന്തെങ്കിലും ഒരു ചെറു വിരൽ അനക്കുന്നുണ്ടോ? ജുഡീഷ്യറി നോക്കുകുത്തിയാണ്, അല്ലേ? നമ്മുടെ ജനാധിപത്യത്തെ വിലക്ക് മേടിക്കുന്ന, നമ്മുടെ രാജ്യത്തെ മറ്റു രാജ്യങ്ങളുടെ മുമ്പിൽ അപമാനിക്കുന്ന ആളുകൾക്കെതിരെ ഏതെങ്കിലും ഒരു ചെറു വിരൽ അനക്കാൻ ഇവിടെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടോ? ഇപ്പം നമ്മൾ മറ്റ് സംസ്ഥാനങ്ങളിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് റിസോർട്ട് രാഷ്ട്രീയം. തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട്, ജയിക്കുന്നുണ്ട്, അവരെ കോടികൾ കൊടുത്ത് വിലക്ക് മേടിക്കുക, അല്ലേ? പത്രങ്ങളിലും നേരിട്ട് കാണാം. ഏതെങ്കിലും ED-യോ CBI-യോ അവർക്കെതിരെ സ്വമേധയാ കേസെടുക്കാനോ ധൈര്യപ്പെടോ? ആ ഒരു സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്. എവിടെയാണ്, അല്ലേ? അപ്പം നമ്മുടെ പിന്നെ നമ്മൾ എല്ലാത്തിനും ടാക്സ് കൊടുക്കുന്നില്ലേ? തീർച്ചയായും. അതായത് പെട്രോളിന് ടാക്സ് കൊടുക്കുന്നുണ്ട്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന് പോലും. അതെ, നമ്മളൊരു തട്ടുകടയിൽ പോയാൽ പോലും ടാക്സ് കൊടുക്കുന്നുണ്ട്. ഗൂഗിൾ പേ ചെയ്യുമ്പോൾ ടാക്സ് കൊടുക്കുന്നില്ലേ? അതുപോലെ തന്നെ നമ്മൾ ചായക്ക് ടാക്സ്, എല്ലാത്തിനും ടാക്സ് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തെങ്കിലും അസുഖം വന്നാൽ ഒന്ന് ചിന്തിച്ചിട്ടുണ്ടോ? നമുക്കൊരു അസുഖം വന്ന, മേജർ എന്തെങ്കിലും പ്രശ്നം വന്നാൽ നമ്മളെ ചികിത്സ ചെയ്യണമെങ്കിൽ നമ്മുടെ സാമ്പത്തിക സ്ഥിതിക്ക് അനുസരിച്ച് നമുക്കിവിടെ ചികിത്സ കിട്ടുന്നുള്ളൂ, അല്ലേ? അതെ. അല്ലെങ്കിലോ തൊട്ടടുത്ത് ആരെങ്കിലും ഫേസ്ബുക്കിലോ ഇൻസ്റ്റാഗ്രാമിലോ ലൈവ് ഇട്ടിട്ട് ചാരിറ്റി ചെയ്യണം നമുക്ക്, അല്ലേ? തീർച്ചയായിട്ടും. അപ്പോൾ ഇതിനൊരു മാറ്റം വേണം, അല്ലേ? ഇപ്പം നമ്മൾ പിന്നെ ആരോഗ്യം പറയുകയാണെങ്കിൽ ഇപ്പം വലിയൊരു മേഖലയാണ്, കൊള്ളയാണ് ഇപ്പം മറ്റ് ഹോസ്പിറ്റലിൽ ഒക്കെ നടക്കുന്നത്. കാരണം നമ്മൾ മരിക്കാൻ പോലും ലക്ഷങ്ങൾ കൊടുക്കേണ്ട അവസ്ഥയാണ്, അല്ലേ? വെന്റിലേറ്റർ ഇട്ടിട്ട് പരമാവധി ഊറ്റിയെടുത്തിട്ടാണ് നമ്മൾ മരണത്തിലേക്ക് പോലും വിടാം. അപ്പോൾ ഇവിടെ സർക്കാർ ഹോസ്പിറ്റലിൽ, ലോകോത്തര നിലവാരമുള്ള സർക്കാർ ഹോസ്പിറ്റൽ വന്നു കഴിഞ്ഞാൽ നമ്മുടെ രാജ്യത്തെ ജനങ്ങൾക്ക് അതൊരു അവരുടെ ആരോഗ്യം സംരക്ഷിക്കാനുള്ള ഏറ്റവും നല്ല മാർഗമാണ്. ആ മേഖലയിലേക്കൊന്നും നമ്മുടെ സർക്കാർ പോകുന്നില്ല. അപ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റം വരണം. പിന്നെ നമ്മുടെ വിദ്യാഭ്യാസം, അല്ലേ? വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. നമുക്ക് ഫെസിലിറ്റീസ് ഇല്ല. ഇന്ന് ഇപ്പോൾ ഇന്ത്യയിലുള്ള എല്ലാ വിദ്യാർത്ഥികളും,
അല്ല, പുറം രാജ്യങ്ങളിലേക്കാണ് പോകുന്നത്. തീർച്ചയായിട്ടും പഠിത്തം കഴിഞ്ഞ ആട്ടിനെ അല്ലേ? പോവാ ആ, യു കെ. അതായത് ലണ്ടൻ, കാനഡ. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ ജീവിക്കാൻ വലിയ പ്രയാസങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം. സാമ്പത്തികമായ പ്രയാസങ്ങൾ. ഇവിടെ ജീവിക്കാൻ എളുപ്പം ആർക്കാ? രാഷ്ട്രീയക്കാർക്ക്, അല്ലേ? സർക്കാർ ജീവനക്കാർക്ക്. അപ്പം അതൊക്കെ മാറണം. ഇന്നത്തെ ജനറേഷൻ രാഷ്ട്രീയത്തോട് ഒരു തരത്തിലും യോജിക്കുന്നില്ല. കാരണം ഹേറ്റ് പൊളിറ്റിക്സ് ആണ് ഇവിടുത്തെ സർക്കാർ അങ്ങനെ ആക്കി. കാരണം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ജനറേഷൻ, ന്യൂ ജനറേഷൻ, നല്ലൊരു വിഭാഗം ജനറേഷൻ ഇന്ന് പൊളിറ്റിക്സിനോട് വിട്ട് നിൽക്കുകയാണ്, നോ എന്ന് പറയാണ്. ആ ജനറേഷനെ പൊളിറ്റിക്സിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് എന്നെപ്പോലെ, ഞാൻ പറയണത് ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത്, രാഷ്ട്രീയം വേണം നമുക്ക്. ആ രാഷ്ട്രീയം നല്ല രീതിയിൽ ഉപയോഗിക്കുന്നവരാവണം. അല്ലെങ്കിൽ ഇന്ന് നമ്മൾ കാണുന്ന ക്രിമിനൽസ്, മണ്ടന്മാരൊക്കെ നമ്മൾ ഭരിക്കും. അതിനൊരു മാറ്റം വരണം. ഈ പറഞ്ഞ പോലെ തന്നെ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് ഈ പറഞ്ഞതിനകത്ത് കുറേ മാറ്റങ്ങൾ വേണം എന്ന് സനോവർ പറയുന്നുണ്ടല്ലോ. എങ്ങനെ ഈ മാറ്റങ്ങൾ വരുത്താം നമ്മുടെ കേരളത്തിലല്ല, നമ്മുടെ ഇന്ത്യയിൽ ഭരണത്തിൽ എങ്ങനെ മാറ്റങ്ങൾ വരുത്താം? ആരിലൂടെ മാറ്റങ്ങൾ വരുത്താം? ഈ മാറ്റം ആഗ്രഹിക്കാറുണ്ട് എല്ലാവരും, പക്ഷേ സ്വയം മാറാൻ ആരും തയ്യാറല്ല. മാറ്റം ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ മാറണം. കാരണം യഥാർത്ഥത്തിൽ ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഈ രാഷ്ട്രീയ വികാസങ്ങളുണ്ട്, പ്രശ്നങ്ങളുണ്ട്. ഇതിന് ആപ്റ്റായിട്ടുള്ള ഒരു ഗവൺമെൻറ്റാണ് നമ്മൾ ഭരിക്കുന്നത് എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഇന്ന് നമ്മൾ കാണുന്നത് നമ്മുടെ പ്രതികരിക്കുന്ന ആളുകളെ മതം നോക്കി മാറ്റി നിർത്തുന്ന, അല്ലെങ്കിൽ മതം രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരാൻ എന്ന് പറയുന്നത് തന്നെ ഏറ്റവും വലിയ തെറ്റാണ്. അത് ചോദ്യം ചെയ്യണം ഇന്നത്തെ ജനറേഷൻ. ഇപ്പോഴത്തെ ജനറേഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആണ്. അത് രാഷ്ട്രീയത്തിലേക്ക് കൂടി വരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. കാരണം ഇന്ന് ഇപ്പം ഒരു സോഷ്യൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ലൈഫ് സ്റ്റൈലാണ് എല്ലാവരും. മതം ആർക്കും ഇന്ന് ഇപ്പം പേഴ്സണലി അവരാരും നോക്കുന്ന പോലുമില്ല മതം എന്താണെന്നുള്ളത്. അപ്പം അതുപോലെ തന്നെ ആയിരിക്കണം നമ്മളെ മതത്തിലേക്ക് കൊണ്ടുവരാ ചെയ്യുന്നത്. ഈ ഭരണകൂടം എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്രിട്ടീഷുകാരുടെ കാലത്ത് ഉണ്ടാക്കിയ, അല്ലെങ്കിൽ അവരെ നമ്മളെ ഭിന്നിച്ച് ഭരിക്കുക എന്ന് പറയുന്ന തന്ത്രം ഉണ്ടല്ലോ, ആ തന്ത്രം തന്നെയാണ് ഇന്നത്തെ ഈ ഭരണകൂടം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ മതം അവർ പറഞ്ഞത് കൊണ്ട് നമുക്കൊരു നേട്ടവുമില്ല, ഒരു ഗുണവുമില്ല. ആ നേട്ടം ആർക്കാണുള്ളത്? നമ്മളെ ഭിന്നിച്ച് ഭരിക്കുന്ന ഈ സർക്കാരിനോ അവർക്ക് വീണ്ടും വീണ്ടും ഭരണം കിട്ടണം. അതിനവർ കാണുന്ന ഒരു തന്ത്രമാണ് യഥാർത്ഥത്തിൽ മതം എന്ന് പറയുന്നത്. ആ മതത്തിൽ, ഈ മതം പറഞ്ഞ ഏതെങ്കിലും മതത്തിലുള്ള ആളുകൾക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? ഒരു നേട്ടമില്ല. പകരം എന്താണ് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നില്ലേ? യഥാർത്ഥത്തിൽ നമ്മുടെ രാജ്യം 2014 മുമ്പ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് UK, ജപ്പാൻ, ചൈന അങ്ങനെയുള്ള രാജ്യങ്ങളോടാണ്. ഇന്ന് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത് ആരോടാണ്? നേപ്പാൾ, പാകിസ്ഥാൻ, ബർമ്മ, അല്ലേ? അത്തരം രാജ്യങ്ങളോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തെ സർക്കാർ നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ ആ സർക്കാർ ഇവിടുത്തെ രാജ്യത്തെ മൊത്തം ജനങ്ങളോട് കടപ്പെട്ടിരിക്കുന്ന സർക്കാരല്ലേ. ഇവിടെ ഇന്റേണൽ പൊളിറ്റിക്സ് കൊണ്ടുവന്ന് ആഭ്യന്തര കലാപം ഉണ്ടാക്കുന്നത് ആരാണ്? ഇവിടുത്തെ സർക്കാർ. അതായത് ഇവിടുത്തെ ജനങ്ങളെ വിഭജിക്കുന്നത് ആരാണ്? ഈ ഗവൺമെൻറ് അല്ലേ. ഇവിടുത്തെ എല്ലാ വിഭാഗം ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ ബാധ്യസ്ഥരായി സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരത്തിൽ കയറുന്ന ഇവിടുത്തെ ഭരണകൂടം എന്താ ചെയ്യുന്നത്? ഇവിടുത്തെ ഇന്ത്യയിലെ ജനങ്ങളെ വിഭജിക്കുക. അതിനൊരു മാറ്റം വരണം. ഇന്ത്യയിലെ എല്ലാ വിഭാഗം ജനങ്ങളും ഒരു സർക്കാരിൻ്റെ കീഴിൽ, അല്ലെങ്കിൽ ഇനി നമുക്ക് അഡ്വാൻസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനുള്ളതാണ്, അത്തരം ഒരു സർക്കാർ ഇവിടെ വരണം. അതാണ് എൻ്റെ ആഗ്രഹം. അപ്പം ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ പൊളിറ്റിക്സിനെ പറ്റി ഇത്രയും ഭയങ്കര ഡീപ്പായിട്ട് സംസാരിച്ചുകൊണ്ട് ഞാൻ ചോദിക്കുക, നമ്മുടെ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ കേട്ടുകൊണ്ടിരിക്കുന്ന ഒത്തിരി ആൾക്കാർ കാണും. അപ്പം അതിനകത്ത് ഒത്തിരി യങ്സ്റ്റേഴ്സ് കാണും. അവരോട് എന്താ പറയാനുള്ള പൊളിറ്റീഷ്യനെ പറ്റി? എനിക്ക് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ജനറേഷൻ, നമ്മളെ മതം എന്ന് പറയുന്നത് നമ്മുടെ പേഴ്സണലാണ്, അതായത് തികച്ചും വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്. രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രത്തിന് വേണ്ടിയാണ്. അവിടെ പല മതവിഭാഗക്കാരുണ്ടാവും, പല ജാതി ഉണ്ടാവും. നിങ്ങളൊരു തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചിന്തിക്കേണ്ടത് നാളെ വളർന്നു വരുന്ന ഒരു തലമുറ ഇവിടെ വരാനുണ്ട്.
അവർക്ക് സുഗമമായ ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാക്കാൻ പറ്റുന്ന, കാരണം നമ്മളൊക്കെ വളർന്ന പോലെ നമ്മളൊക്കെ സ്കൂളിൽ നമ്മൾ മതവും ജാതിയും നോക്കിയിട്ടല്ല നമ്മൾ കൂട്ടുകാരെ തിരഞ്ഞെടുക്കാറ്. അപ്പം ആ ഒരു സാഹചര്യം നമ്മുടെ കുട്ടികൾക്കും നമ്മൾ ഉണ്ടാക്കി കൊടുക്കണം. അങ്ങനെ ഉണ്ടാക്കി കൊടുക്കണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരിക്കലും മതം കൂട്ടിക്കുഴക്കുന്ന രാഷ്ട്രീയക്കാരെ നമ്മൾ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യരുത്. കാരണം അത് നമ്മുടെ രാജ്യത്തിന് ദോഷമാണ്. കാരണം ഇനി വളർന്നു വരുന്ന നമ്മളൊക്കെ തലമുറയിലുള്ള ആളുകളാണ് അല്ലേ? അപ്പം ഇപ്പോഴും നമ്മുടെ കൂടെയുള്ള ആളുകൾ ജാതിയുടെയും മതത്തിൻ്റെയും പേരിൽ മനുഷ്യൻ ഒരു ജാതിയുള്ളൂ അല്ലേ? മനുഷ്യൻ എന്ന് പറയുന്ന ജാതി. മതം അത് തികച്ചും വിശ്വാസം മാത്രമാണ്, അത് യാഥാർത്ഥ്യവുമായി ബന്ധപ്പെടാത്ത കാര്യമാണ്. ആ തിരിച്ചറിവ് നമുക്കുണ്ടാവണം. നമ്മുടെ രാജ്യത്തിന് ഗുണമാവുന്ന, നമ്മുടെ തലമുറക്ക് ഗുണമാവുന്ന ആളുകളെ രാഷ്ട്രീയത്തിൽ പ്രോത്സാഹിപ്പിക്കുക. ഇന്നത്തെ ജനറേഷൻ രാഷ്ട്രീയത്തിലേക്ക് വരാം. രാഷ്ട്രീയത്തിലേക്ക് നമ്മൾ മാറി നിൽക്കാൻ പാടില്ല. രാഷ്ട്രീയത്തിൽ നിന്ന് മാറി നിന്നാൽ നമ്മളെ ഭരിക്കുന്നവർ ഇന്നത്തെ ക്രിമിനൽസ് അല്ലെങ്കിൽ നമ്മളെക്കാൾ മോശമുള്ള ആളുകൾ നമ്മളെ ഭരിക്കും. അതിന് സാഹചര്യം നമ്മൾ ഉണ്ടാക്കി കൊടുക്കരുത്. യെസ്, ഈ പറഞ്ഞ പോലെ നമ്മൾ പൊളിറ്റീഷ്യനെ പറ്റി പറയുന്നത് എല്ലാം പറഞ്ഞു. ഇനി കുറച്ച് മുമ്പ് പറഞ്ഞായിരുന്നു കോവിഡ് സമയത്ത് എന്നെ ഹെൽപ്ഫുൾ ആക്കിയിരുന്നു എന്ന് പറഞ്ഞായിരുന്നു. അതങ്ങനെ പറഞ്ഞു. കോവിഡ് സമയത്ത് എന്തെല്ലാം സ്ട്രഗിൾസാണ് ഫേസ് ചെയ്യേണ്ടതായിട്ട് വന്നത്? കോവിഡ് സമയത്ത് ശരിക്കും ഈ ഓൺലൈൻ ബിസിനസ് പ്രൊമോഷൻ നമുക്ക് കൂടുതൽ ചെയ്യാൻ പറ്റി. ഇൻസ്റ്റാഗ്രാം ആണെങ്കിലും അതിലൂടെ കുറേ മാർക്കറ്റിങ്ങിലൂടെ എനിക്ക് ബിസിനസ്സിനെ പ്രചരിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒരു വിസിബിലിറ്റി, പബ്ലിസിറ്റിയൊക്കെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഈ ഒരു സമയത്ത് ഓഫ്ലൈനും ബിസിനസ് കിട്ടിയിട്ടുണ്ട്. കാരണം ഓൺലൈന് ചില സമയത്ത് ഓൺലൈൻ സപ്പോർട്ടാണ്, ചില സമയത്ത് ഓഫ്ലൈനും സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഒരുപാട് സ്ഥലങ്ങളിലേക്ക് ആളുകൾക്ക് യാത്ര ചെയ്യാൻ പറ്റില്ല. അങ്ങനെയാണെങ്കിൽ ആ സമയത്ത് റൂറൽ ഏരിയ എന്ന നിലക്ക് എല്ലാവരും നമ്മളടുത്ത് വരുന്ന ഒരു സാഹചര്യം ഉണ്ടായി. ഓൺലൈൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് രീതിയിൽ വീട്ടിലിരുന്നിട്ട് തന്നെ ഇപ്പം എല്ലാ ഇൻസ്റ്റാ പേജ് ലൈവ് ആക്കാൻ പറ്റിയിട്ടുണ്ട്, അപ്ഡേഷൻ കൊടുക്കാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പം വീട്ടിൽ വെറുതെ ഇരിക്കുകയാണല്ലോ, ഷോപ്പിലും ഇരിക്കുന്ന സമയത്തും അങ്ങനെ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു സമയത്തും നമുക്ക് ബിസിനസ് ഡൗൺ ചെയ്തിട്ടില്ല. പിന്നെ ആകെ ഉണ്ടായിരുന്ന പ്രശ്നം ഇപ്പം അറിയാലോ, പോലീസുകാർ പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അങ്ങനെയുള്ള കുറേ സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. എങ്ങോട്ടൊക്കെയാണ് ഇത്ര അറിയാലോ, എല്ലാ സിറ്റുവേഷൻ റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എന്നാലും നമുക്ക് വലുതായിട്ട് നമ്മളെ ബാധിച്ചില്ല അല്ലേ? ബാധിച്ചിട്ടില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു സർക്കാരിൻ്റെ ഒരു കോമൺ സെൻസിന് നിരക്കാത്തൊരു കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതായത് 6 ദിവസം വീട്ടിലിരിക്കുക. ഇപ്പോൾ കോവിഡ് എന്ന് പറയുമ്പം തന്നെ ആദ്യം നമ്മൾ പാലിക്കേണ്ടത് ഈ സോഷ്യൽ ഡിസ്റ്റൻസ് എന്നാണ് എല്ലാവരും പറയാറ്. അകലം പാലിക്കുക, അതുപോലെ തന്നെ വൃത്തിയായി മാസ്ക് ഉപയോഗിച്ച് നിൽക്കുക. ഈ സർക്കാർ തന്നെ അതേ സമയത്ത് 6 ദിവസം വീട്ടിലിരിക്കാനും ഒരു വെള്ളിയാഴ്ച മാത്രം പുറത്തേക്ക് ഇറങ്ങാമെന്ന് പറയുമ്പം ഞങ്ങളൊക്കെ സംബന്ധിച്ച്, അന്ന് കച്ചവടക്കാരൊക്കെ സംബന്ധിച്ച് വലിയ തിരക്കായിരുന്നു. സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യാൻ പറ്റില്ല. ആളുകൾ പരിഭ്രാന്തരായി അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന സാഹചര്യം. കാരണം ഒരു കല്യാണം ഉള്ളൊരു ഫാമിലി ഒരു ദിവസം തന്നെ എല്ലായിടത്തും കയറി ഇറങ്ങേണ്ട ഒരു സാഹചര്യം സർക്കാർ തന്നെ ഉണ്ടാക്കി. അപ്പം അതൊരു തെറ്റായ ഒരു റെസ്ട്രിക്ഷൻ ആണെന്ന് സർക്കാരിന് തന്നെ അറിയാം. അതുകൊണ്ടാണ് അന്ന് മിഠായി തെരുവിലെ വ്യാപാരികളായിരുന്നു അന്ന് ആദ്യം സമരം ചെയ്തത്. ഈ സർക്കാരിൻ്റെ ഒരു തെറ്റായ നയത്തിനെതിരെ സമരം ചെയ്ത് സർക്കാർ തന്നെ നിലപാട് തിരുത്തേണ്ടി വന്നു. അപ്പം ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ചെയ്തു. അത് വ്യാപാരത്തെ വലിയ തോതിൽ ബാധിക്കുകയും ചില ആളുകൾ അതിന് ഗുണം ഉണ്ടാക്കുന്ന രീതിയിലേക്ക് മാറിയിട്ടുമുണ്ട്. എന്നൊക്കെ അത് കുറച്ച് ഗുണമായിട്ടാണ് മാറിയത്. ഈ റെൻ്റൽ ഷോപ്പിനെ പറ്റി, ജ്വല്ലറി ഷോപ്പിനെ പറ്റി ഒത്തിരി ആൾക്കാർ ചോദിക്കും. അപ്പം അങ്ങനെ പുതിയതായിട്ട് തുടങ്ങണമെന്ന് ആഗ്രഹമുള്ളവരും കാണും. അവരോട് എന്താ പറയാനുള്ളത്? ഇല്ല, ഇതൊരു നല്ലൊരു ബിസിനസ് മേഖലയാണ് റെൻ്റൽ ജ്വല്ലറി എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പം അത് തുടങ്ങാൻ ആർക്ക് വേണമെങ്കിലും തുടങ്ങാം. ബിസിനസ് തുടങ്ങണം എന്നുണ്ടെങ്കിൽ കുറച്ച് പണം മതി. പക്ഷെ നമ്മൾ ഫോളോ അപ്പ് ചെയ്യണം. ഏത് ബിസിനസ്സിനാണെങ്കിലും ഫോളോ അപ്പ് മസ്റ്റാണ്. ആ ആവശ്യം ഇപ്പം എൻ്റെ അടുത്ത് ഒരുപാട് പേര് വരാറുണ്ട്, ബിസിനസ് തുടങ്ങാൻ ആഗ്രഹമുണ്ട്, ഞാൻ അവരെ ഹെൽപ്പ് ചെയ്യാറുണ്ട്. ഈ ആവേശം പിന്നീട് അവർക്ക് കാണാറില്ല. കാരണം അവർ വേണ്ടത്ര വലിയ സ്വപ്നങ്ങളൊക്കെ കണ്ട്
രീതിയിലായിരിക്കും വരാം. എല്ലാ ബിസിനസ്സിനും ഏത് കാര്യത്തിനും ഹാർഡ് വർക്ക് വേണം. അപ്പം നിങ്ങൾ കഠിനാധ്വാനം ചെയ്യാൻ തയ്യാറാണോ, നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെയെങ്കിലും. അപ്പം അതിന് മനസ്സിനെ പ്രാപ്തമാക്കിയിട്ട് നിങ്ങളൊരു ബിസിനസ് തുടങ്ങാം. അപ്പോൾ അങ്ങനെ തുടങ്ങണമെങ്കിൽ ഇതേപോലെ സനോവനെ വന്ന് അല്ലെങ്കിൽ അല്ല മീൻ ഫാഷൻ ജ്വല്ലറിനെ വന്ന് നമ്മൾ കോണ്ടാക്ട് ചെയ്താൽ മതി. തീർച്ചയായും എല്ലാവിധ സപ്പോർട്ടും സഹായങ്ങളും ഞാൻ കൊടുക്കാറുണ്ട്. ഇപ്പോൾ ഒട്ടുമിക്ക പല സ്ഥലങ്ങളിലും സ്ഥാപനം നടത്തുന്ന ആളുകൾക്കൊക്കെ ഞാൻ എൻ്റെ ഹെൽപ്പ് ചെയ്തു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇനിയും ആര് വന്ന് സമീപിച്ചാലും എൻ്റെ എല്ലാവിധ സഹായങ്ങൾ കാണും. ഉണ്ടാകും. ഓക്കെ, എന്താണ് ഇപ്പോൾ കറൻ്റ്ലി സ്റ്റാറ്റസ് നമ്മുടെ ജ്വല്ലറീനെ പറ്റി പറയാനുള്ളത്? കറൻ്റ്ലി ഇപ്പോൾ എത്ര ബ്രാഞ്ചസ്, ഇനി നിങ്ങളുടെ നെക്സ്റ്റ് ഫ്യൂച്ചർ പ്ലാൻസ്, അതാണ് നമ്മുടെ ഇപ്പോൾ പറഞ്ഞ പോലെ ഫോളോ അപ്പ് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നിങ്ങൾ എങ്ങനെയായിട്ട് ലോഞ്ച് ചെയ്യാനാണ്, എന്തൊക്കെ പ്ലാൻസ് ആണ് നിങ്ങൾക്ക് വരുന്നത്? ഇപ്പം കേരളത്തിൽ 3 സ്ഥലത്താണ് മൂന്ന് ഔട്ട്ലെറ്റാണ് അല്ലമീൻ ഫാഷൻ ജെയിൽസിനുള്ളത്. അപ്പോൾ ഇപ്പം ജ്വല്ലറി ആയിരുന്നു, ഇപ്പം എല്ലാ ഔട്ട്ലെറ്റിലും ഡ്രസ്സും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഡ്രസ്സും റെൻ്റലിന് വേണ്ടി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു ഗ്രൂമിന് കൂടി ഈ സ്ഥലങ്ങളിലൊക്കെ കേരളത്തിലെല്ലായിടത്തും ഓരോ ഔട്ട്ലെറ്റും കൂടി കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ ഗ്രൂമിൻ്റെ റെൻ്റൽ ഔട്ട്ഫിറ്റും കൂടി അല്ലമീൻ ഫാഷൻ ജ്വൽസ് ചെയ്യാനുള്ള പദ്ധതിയിലാണ്. അപ്പോൾ ഇതിപ്പം ഈ വർഷമായിട്ടാണോ അതോ അടുത്ത കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ? അല്ലല്ല, ഈ വർഷം തന്നെ അതിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്ത് തീർത്തിട്ടുണ്ട്. പെട്ടെന്ന് തന്നെ സംഭവിക്കുന്നതാണ്. യെസ്, പുതിയതായിട്ട് ഓൺട്രപ്രണേഴ്സ് ആവാൻ അല്ലെങ്കിൽ ഒരു ബിസിനസ് മാൻ ആവാൻ അല്ലെങ്കിൽ വിമൻ ആവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി ആൾക്കാർ നമ്മുടെ വീഡിയോസ് കാണുന്നുണ്ട്, കേൾക്കുന്നുണ്ട്. സോ അവരോട് ഫൈനലി പറയാൻ എന്താണുള്ളത്? നിങ്ങളെ തന്നെ വിശ്വസിക്കുക. നിങ്ങൾ ആരെയും ഡിപ്പെൻഡ് ചെയ്യാതിരിക്കുക. നമ്മൾ ആരെയും ആശ്രയിക്കാതെ മുന്നോട്ട് പോവുക. നിങ്ങളെ വിശ്വസിക്കുക, അധ്വാനിക്കുക, അതിനുവേണ്ടി ശ്രമിക്കുക. അപ്പം ഏത് കാര്യങ്ങളും ചെയ്യണമെന്ന് നമ്മൾ ആഗ്രഹിക്കുകയാണെങ്കിലും അതിനുവേണ്ടി ശ്രമിക്കുക എന്നുള്ളത് തന്നെയാണ് ആദ്യ സ്റ്റെപ്പ്. അപ്പം നിങ്ങൾ ആദ്യത്തെ സ്റ്റെപ്പ് മുന്നിൽ വയ്ക്കുക. ബാക്കി താൻ പാതി ദൈവം പാതി എന്നാ. നമ്മുടെ പാതി നമ്മൾ ചെയ്യാൻ തയ്യാറായാൽ, പ്രകൃതി എന്ന് പറയുന്ന ദൈവത്തിൻ്റെ സത്യം ഉണ്ടെങ്കിൽ ദൈവം നമ്മളോടൊപ്പം ഉണ്ടാകും. ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. ഓക്കെ, എന്തായാലും ഈ ഒരു സ്ട്രഗിൾസിൻ്റെ ഇടയ്ക്കും ഈ ഒരു സക്സസ്സിലേക്ക് എത്തിയത് ഭയങ്കര സന്തോഷം. ഇത്രയും നേരം നിങ്ങളുടെ ബിസി സ്കെഡ്യൂളിൽ നിന്ന് കുറച്ച് ടൈം കണ്ടെത്തി വെൽത്തി സ്പോട്ട്ലൈറ്റിൻ്റെ കൂടെ വന്നതിൽ ഒത്തിരി സന്തോഷം. പറഞ്ഞ പോലെ വലിയൊരു പടിയിലേക്ക് തന്നെ ഇനി മുന്നോട്ട് പോകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി ആശംസിക്കുന്നു ഞങ്ങളെല്ലാവരും. സോ ഫൈനലി ഈ ഒരു കൺക്ലൂഷൻ മൊമെൻറ്റിൽ എന്താണ് പറയാനുള്ളത്? ഇല്ല, ഇവിടെ വരാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പ്രത്യേകിച്ചും ഇത്തരത്തിലുള്ള ഒരു അവസരവും ചാനലിനും ഇങ്ങനെ സംസാരിക്കാൻ പറ്റിയതിലും വളരെ സന്തോഷം. യെസ്, താങ്ക് യു സോ മച്ച് വന്നതിലും ഞങ്ങൾക്കും സന്തോഷം. കുറേ കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയാനും ഞങ്ങൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലാക്കാനും പറ്റി. സോ താങ്ക് യു സോ മച്ച്. എല്ലാവിധ സക്സസ് ഉണ്ടാവട്ടെ ബിസിനസ്സിലും കരിയറിലും, എല്ലാ കരിയറിലും. പൊളിറ്റീഷ്യൻ ആയിക്കോട്ടെ, ആക്ടർ ആയിക്കോട്ടെ, മോഡൽ ആയിക്കോട്ടെ, ബിസിനസ് മാൻ ആയിക്കോട്ടെ, എല്ലായിടത്തും വലിയ കരിയർ സക്സസ്സിലേക്ക് എത്തട്ടെ എന്ന് ആത്മാർത്ഥത ആശംസിക്കുന്നു. താങ്ക് യു സോ മച്ച്. താങ്ക് യു.